Good morning, all. Good morning, Miss. Good morning, ma'am. Morning. Good morning, ma'am. Good morning. ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. പൊതുവെ സാറ്റർഡേ ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവാറില്ല. ഇനി നമുക്ക് മീറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. ഓക്കെ, ട്രാൻസ്ഫർ പേഷ്യന്റ് എല്ലാവരുടെയും കയ്യിൽ കാണും അല്ലേ? വായിച്ചു നോക്കിയായിരുന്നോ എടുത്തുവരെ? വായിച്ചു നോക്കിയായിരുന്നോ? പൊതുവായിമാരും സൈലന്റ് ആണ് എല്ലാവരും. വായിക്കുന്നില്ലേ? ജസ്റ്റ് വായിച്ചു പോകണം. നോക്കി, Miss. എന്തെങ്കിലും ഡൗട്ടുകൾ തോന്നിയായിരുന്നോ? എന്തെങ്കിലും ഡൗട്ട് ഫീൽ ചെയ്തായിരുന്നോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ വായിച്ചു നോക്കും. നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ക്ലിയർ ആണ് എല്ലാവർക്കും? അധികം നമ്മൾ എടുത്തില്ല. ട്രാൻസ്ഫർ പേഷ്യന്റ് ആയതുകൊണ്ട് അല്ലെ, നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു അല്ലെ പ്ലേസിലേക്ക് ഇൻ കേസ് എന്തെങ്കിലും രോഗത്തിന്റെ അല്ലെ സൗകര്യാർത്ഥമൊക്കെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന കാര്യങ്ങളായപ്പോൾ കുറച്ച് നാച്ചുറലി നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ. എനിവേ എന്തായാലും നമുക്ക് ഡൗട്ടുകളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ അല്ലേ? സ്റ്റാർട്ട് ചെയ്തോട്ടെ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് എടുക്കാനുള്ളത് എക്യുപ്മെന്റ് നെസസറി ഫോർ ദ ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് അല്ലെ. അവിടെ തുടങ്ങിയല്ലേ എടുക്കേണ്ടത്? നമ്മൾ നോക്കുമ്പോൾ അതിന്റെ ആ ഒരു ഹെഡിങ്ങിൽ ഒരു ചെറിയ കറക്ഷൻ ഇത് വരുത്തിയേക്കാം. അവിടെ എക്യുപ്മെന്റ്സ് മാത്രമല്ല തരുന്നത്, ചില ഡോക്യുമെന്റ്സ് കൂടി ഉണ്ട്. അതായത് എന്തെങ്കിലും ചോദിക്കുമ്പോൾ അല്ലെ, ചിലപ്പോൾ എക്സ്റേയുടെയും ഇൻവെസ്റ്റിഗേഷന്റെ ഒക്കെ റിപ്പോർട്ടുകളൊക്കെ ഇതിൽ ഉൾപ്പെടുന്നത് കൊണ്ട് തന്നെ എക്യുപ്മെന്റ് മാത്രം അവിടെ നമുക്ക് നോട്ട് ചെയ്താൽ പോരാ. എക്യുപ്മെന്റ് ആൻഡ് നെസസറി നോട്ട്സ് അല്ലെ, നെസസറി ഡോക്യുമെന്റ്സ് ഫോർ ദ ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് ഹെഡിങ്ങില് എക്യുപ്മെന്റ് ആൻഡ് നെസസറി ഡോക്യുമെന്റ്സ് ഫോർ ദ ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ്. ക്ലിയർ ആയോ? അതായത് നമുക്കറിയാം ഇതിൽ എക്സ്റേ റിപ്പോർട്ട്, ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് അതെല്ലാം പറയുന്നുണ്ട്. അപ്പൊ എക്യുപ്മെന്റിന് മാത്രം നമുക്കതിനെ പരിഗണിക്കാൻ സാധിക്കും. അല്ലേ? നോട്ട് ചെയ്തോ? ഓക്കെ, അപ്പൊ നമുക്കറിയാം എന്താണ് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു പേഷ്യന്റ് നമ്മൾ കണ്ടു, എന്താണ് ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് എന്നുള്ളത് കണ്ടു. ചിലപ്പോ എന്താണ് ഡോക്ടർ പരിശോധിച്ച് കഴിയുമ്പോൾ അല്ലെ, നമുക്കറിയാം ക്രിട്ടിക്കൽ ആയിട്ടുള്ള സ്റ്റേജിലേക്ക് ആണെങ്കിൽ ചില സൗകര്യങ്ങൾ കുറവാണെങ്കിൽ തീർച്ചയായിട്ടും ഈ രോഗിയെ സൗകര്യമുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറയും. ഇൻ കേസ് എന്തെങ്കിലും നമ്മൾ രോഗനിർണയമൊക്കെ നടത്തി കഴിയുമ്പോഴും എന്താണ് നമുക്ക് ചില രോഗങ്ങളൊക്കെ കണ്ടുപിടിക്കുമ്പോൾ അതിന്റെ സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ചിലപ്പോൾ ഡോക്ടർ നിർദ്ദേശിക്കും. അതുപോലെ തന്നെ ആണ് എന്ത് നമ്മുടെ ചിലപ്പോഴൊക്കെ അല്ലെ രോഗി മരുന്നിനോടൊന്നും പ്രതികരിച്ചില്ല എങ്കിൽ, അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് ഫീൽ ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ വീടുകളിലേക്ക് കൊണ്ടുപോകാൻ പറയും. അതല്ല എങ്കിൽ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെ ഏതെങ്കിലും ബ്രാഞ്ചിലേക്ക് അല്ലെ രോഗം വഷളാവുകയാണെങ്കിൽ ICUയിലേക്കൊക്കെ നമ്മൾ രോഗിയെ ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെ വ്യത്യസ്ത രീതിയിൽ നമ്മൾ ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റിനെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തു അല്ലെ. നമുക്ക് അതിന്റെ കണ്ടിന്യൂവേഷൻ നോക്കാം. അപ്പൊ ഇങ്ങനെ രോഗിയെ കൊണ്ടുപോകുമ്പോൾ തീർച്ചയായിട്ടും രോഗി നല്ല സ്റ്റേബിൾ ആണ്, വലിയ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ രോഗിയെ നമുക്ക് നടത്തി തന്നെ മറ്റൊരു പ്ലേസിലേക്ക് ബ്രാഞ്ചിലേക്ക് ആണെങ്കിലും ഇൻ കേസ് സാധാരണ വണ്ടിയിൽ തന്നെ ഒരു ഡയഗ്നോസ്റ്റിക് ഒക്കെ കഴിഞ്ഞപ്പോൾ ഈ ട്രീറ്റ്മെന്റ് ഇനി നിങ്ങൾ മറ്റൊരു നല്ലൊരു സെന്ററിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോവാം. ആ സമയത്ത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അല്ലെ, രോഗനിർണയം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത്. അങ്ങനെയെങ്കിലൊക്കെ നമുക്കറിയാം നമ്മളുടെ ദിവസം തീരുമാനിച്ച് നമ്മൾ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പോകും. അതല്ലാതെ എന്താണ് ഇത്തിരി ക്രിട്ടിക്കൽ ആയിട്ടുള്ള സ്റ്റേജിലേക്ക് ആണെങ്കിൽ ആ രോഗിയെ മറ്റൊരു പ്ലേസിലേക്ക് കൊണ്ടുപോകുക എന്ന് പറയുമ്പോൾ ആംബുലൻസിന്റെ സേവനമൊക്കെ ആയിരിക്കും തേടേണ്ടി വരുന്നത്. തേടേണ്ടി വരില്ലേ അല്ലാത്ത സാഹചര്യങ്ങളിലൊക്കെ ആംബുലൻസിന്റെ ഓക്കെ. അപ്പൊ നമുക്കറിയാം ഇപ്പൊ ഒരു ബ്രാഞ്ചിൽ നിന്ന് മറ്റൊരു ബ്രാഞ്ചിലേക്ക് പോകുമ്പോഴും ചിലപ്പോൾ നമുക്ക് സ്ട്രക്ചറിലെയോ വീൽ ചെയറിലൊക്കെ സേവനം തേടേണ്ടതായിട്ട് വരും. കാരണം രോഗി അങ്ങനത്തെ ഒരു സ്റ്റേജിലാണ് എങ്കിൽ, അതല്ല നോർമലി നടന്നു പോകാനുള്ള സ്റ്റേജ് ആണെങ്കിൽ നമുക്കറിയാം വേറെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അല്ലാത്ത സ്ഥിതിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് വീൽ ചെയറിലോ സ്ട്രക്ചറിലൊക്കെ രോഗിയെ കൊണ്ടുപോകേണ്ടതായിട്ട് വരും. ഇൻ കേസ് അങ്ങനെ രോഗിയെ കൊണ്ടുപോകുമ്പോൾ ചില കാര്യങ്ങളൊക്കെ അതിനോടൊപ്പം തന്നെ ചില എക്യുപ്മെന്റ്സും പേപ്പേഴ്സും എല്ലാം ഡോക്യുമെന്റ്സും അതിനോടൊപ്പം തന്നെ മറ്റൊരു റിസീവിംഗ് ഏരിയയിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു എന്താണ് ഫെസിലിറ്റീസ് ഉള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതിനോടൊപ്പം തന്നെ കൊണ്ടുപോകേണ്ടതാണ്. എന്തൊക്കെയാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ നോക്കാം.
ഫസ്റ്റ് വൺ പറയുന്നത് വീൽ ചെയറോടെ സ്ട്രക്ചർ അല്ലെ, രോഗിയെ നടന്നു പോകാൻ സാധ്യതയില്ലാത്ത രോഗികളാണെങ്കിൽ തീർച്ചയായിട്ടും വീൽ ചെയറിലോ അല്ലെങ്കിൽ സ്ട്രക്ചറിലോ അവരുടെ അസിസ്റ്റന്റ് നഴ്സുമാരുടെ സേവനത്തോട് കൂടിയിട്ടൊക്കെ കൊണ്ടുപോകേണ്ടതായിട്ട് വരുമെന്നുള്ളതാണ്. സെക്കൻഡ്, ഐഡന്റിഫിക്കേഷൻ ലേബൽസ്. എന്താണ് ഐഡന്റിഫിക്കേഷൻ ലേബൽസ് എന്ന് പറയുന്നത്? നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ നിന്ന് അല്ലെ അവിടെ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് ഒരു ബ്രാഞ്ചിലേക്കൊക്കെ കൊണ്ടുപോവുകയാണ്. പക്ഷെ നമുക്കറിയാം നാച്ചുറലി ആ വ്യക്തിക്ക് ഒരു ലേബൽ കൊടുത്തിട്ടുണ്ടാവും അല്ലെ, എന്താണ് പേര്, ഏജ്, അതേമാതിരി തന്നെ എന്താണ് രോഗം അല്ലെ, എന്ത് ഡയഗ്നോസ്റ്റിക്കുമായിട്ടുമാണ് ഈ വ്യക്തി ഏത് രോഗത്തിന്റെ സ്ഥിതിവിശേഷമാണ് വരുന്നത്, പിന്നെ ബ്ലഡ്, അതെ പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് അതെ. അപ്പോ അതേമാതിരി തന്നെ ബ്ലഡ് ഗ്രൂപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെറിയ നമ്മുടെ എന്താണ് പറയുന്നത് കയ്യിൽ തന്നെ ആ ടാഗ് ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലെ, ആ ഒരു ചെറിയൊരു ടാഗ് കൊടുത്തിട്ടുണ്ടാവും. നമുക്കത് നോക്കാം, ആ സ്ലിപ്പ് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ രോഗിയെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ആ ഐഡന്റിഫിക്കേഷൻ ലേബിളോട് കൂടിയിട്ടായിരിക്കണം ഈ രോഗിയെ മറ്റു ബ്രാഞ്ചിലേക്കോ മറ്റൊരു ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്കോ കൊണ്ടുപോകേണ്ടത്. നമുക്കറിയാം പോണ വഴിക്ക് ഈ രോഗിക്ക് അല്ലെ എന്തെങ്കിലും ഫോൺ നമ്പർ അടക്കം അതിലുണ്ടാവും. അപ്പൊ നമുക്കറിയാം ഈ രോഗിയുമായി ബന്ധപ്പെട്ട ഇൻ കേസ് ആംബുലൻസിൽ സേവനങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തികൾക്കൊക്കെ പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ, ആരെങ്കിലും ഇൻഫോം ചെയ്യേണ്ടതുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ എന്താണ് ബ്ലഡിന്റെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ ബ്ലഡ് ഗ്രൂപ്പ് വരെ അത് നോട്ട് ചെയ്തിട്ടുണ്ടാവും. തീർച്ചയായിട്ടും അവർക്ക് അതിൻ്റെതായ സേവനങ്ങൾ ഇൻ കേസ് എല്ലാവർക്കും സാധ്യമാകണമെന്നില്ല, എല്ലാവർക്കും ആവശ്യം വരണമെന്നില്ല. പക്ഷെ ഇൻ കേസ് എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായാൽ അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഐഡന്റിഫിക്കേഷൻ ലേബൽസും അവരോടൊപ്പം ഉണ്ടായിരിക്കണം. പേഷ്യൻസ് ബിലോങ്ങിങ്സ്, അതായത് പേഷ്യന്റ് നമുക്കറിയാം ചിലരൊക്കെ ചിലപ്പോൾ അല്ലെ നല്ല റെസ്പിറേറ്ററി പ്രോബ്ലം അല്ലെ, ശ്വാസം കൊണ്ട് തടസ്സങ്ങളൊക്കെ ഉള്ള പേഴ്സൺസ് ഒക്കെ ആണെങ്കിൽ അവർ ഇൻഹേലർ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും. അതല്ലെങ്കിൽ അവരുടെ സാമഗ്രികളുണ്ട് അല്ലെ, അവർ അഡ്മിഷന് വേണ്ടി വരുന്നിരിക്കുന്ന സാമഗ്രികളോട് കൂടിയിട്ട് തന്നെയായിരിക്കും മറ്റൊരു ബ്രാഞ്ചിലേക്കും മറ്റൊരു ഹോസ്പിറ്റലിലേക്കും പോകുന്നത്. നാച്ചുറലി നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അല്ലെ. അപ്പൊ അത്തരത്തില് രോഗിയോടൊപ്പമുള്ള വസ്തുക്കളും ഇവരോടൊപ്പം തന്നെ കൊണ്ടുപോകേണ്ടതാണ്. എക്സ്റേ, ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്സ്, പേഷ്യൻസ് റെക്കോർഡ് ആൻഡ് ഫയൽ. നമുക്കറിയാം ഈ ഒരു വ്യക്തി അഡ്മിഷനൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് രോഗനിർണയത്തിന് വേണ്ടിയിട്ട് ചിലപ്പോൾ എക്സ്റേ എടുത്തിട്ടുണ്ടാവും, മറ്റേതെങ്കിലും അല്ലെ എന്തെങ്കിലും ടെസ്റ്റിന്റെ ഒക്കെ ലാബിന്റെ ഒക്കെ റിപ്പോർട്ട്സുകൾ ഉണ്ടാവും. then പേഷ്യന്റിന്റെ മോസ്റ്റ്ലി ആയിട്ടുള്ള റെക്കോർഡ്സുകൾ ഉണ്ട് അല്ലെ, ഡോക്ടർ എന്താണ് രോഗലക്ഷണം തുടങ്ങി ഡോക്ടറുടെ ഇൻവെസ്റ്റിഗേഷനും നഴ്സിന്റെ സമ്മറീസും എല്ലാ കാര്യങ്ങളും തന്നെയുള്ള റെക്കോർഡ്സുകൾ ഈ ഫയലിനോടൊപ്പം ഉണ്ടാവും. ഇത്തരത്തിലുള്ള ഫയലുകളെല്ലാം തന്നെ റിസീവിംഗ് ഏരിയയിലേക്ക് കൊണ്ടുപോകേണ്ടതാണ്. കാരണം എന്താണ്, ഈ രോഗിയെ കുറിച്ചിട്ട് അവർക്ക് ഡീറ്റെയിൽസ് അറിയണം അല്ലെ, എന്തൊക്കെയാണ് ഈ രോഗിയുടെ ലക്ഷണങ്ങളായിരുന്നത്, ഇപ്പൊ എങ്ങനെയാണ് സ്റ്റേജ്, അങ്ങനെയൊക്കെയുള്ള ഏതൊക്കെ മെഡിസിൻസ് കൊടുത്തു, എന്താണ് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയ ഡയഗ്നോസ്റ്റിക് രോഗനിർണയവുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങൾ നടത്തി, അതിന്റെ റിപ്പോർട്ടുകൾ എന്തൊക്കെയാണെന്നൊക്കെ റിസീവിംഗ് ഏരിയയ്ക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇതെല്ലാം തന്നെ ഈ രോഗിയോടൊപ്പം കൊണ്ടുപോകേണ്ടതാണ്. കാർഡിയക് മോണിറ്ററിംഗ് ഇഫ് റിക്വയർഡ്. കേസ് അറിയാം, ചില കേസുകളിൽ അല്ലെ നെഞ്ചുവേദന ഭയങ്കരമായിട്ടുള്ള ഹൃദയത്തിന്റെ എന്തെങ്കിലും അല്ലെ ചെസ്റ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ ആ ഒരു റേറ്റ് അറിയാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ആ ഒരു മോണിറ്ററിങ് ഇപ്പോ നമുക്കറിയാം കുറച്ചും കൂടി അല്ലെ ഇച്ചിരിയും കൂടിയും എന്താണ് നല്ലൊരു ഇത്തിരി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാലഘട്ടമാണ് അല്ലെ. അപ്പോ അതിന്റെ തരത്തിലുള്ള വാച്ചുകൾ വരെയുണ്ട്. അപ്പൊ അതൊക്കെ യോജിച്ച് കഴിയുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ ഹേർട്ട് റേറ്റും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ ഇതിൽ മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ കാർഡിയക് മോണിറ്ററിംഗ് ആവശ്യമുള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെതായ സൗകര്യാർത്ഥമായിരിക്കും രോഗിയെ കൊണ്ടുപോകേണ്ടത്. അങ്ങനെ വരുമ്പോൾ അത് കൊണ്ടുപോകുന്ന സാഹചര്യങ്ങളിലുള്ള ആ രേഖകളെല്ലാം മനസ്സിലാക്കാനൊക്കെ ആയിട്ട് സാധിക്കും. ഇൻ കേസ് പേഷ്യന്റിനോടൊപ്പം അതൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ആംബുലൻസ് ഏത് തരത്തിലുള്ള ആംബുലൻസിൽ കൊണ്ടുപോകണം, ആംബുലൻസിനോടൊപ്പം ഏത് തരത്തിലുള്ള സ്റ്റാഫുകൾ അക്കമ്പനി ചെയ്യണം, ഇതിന്റെ പേഷ്യൻസിന് എങ്ങനെയുള്ള സ്റ്റാഫുകളാണ് കൂടെ പോകേണ്ടത്, അങ്ങനെയൊക്കെയുള്ള കുറെ ഡീറ്റെയിൽസ് പഠിക്കാനുണ്ട്. പക്ഷെ ഇതില് ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. സാധാരണ രോഗിയെ കൊണ്ടുപോകുമ്പോൾ അവര് സാധാരണ രീതിയിൽ നടന്നു പോയില്ലെങ്കിൽ സ്ട്രക്ചറിന്റെ വീൽ ചെയറിന്റെ സഹായം തേടേണ്ടി വരും. ഐഡന്റിഫിക്കേഷൻ ലേബൽസിനോടൊപ്പം ഉണ്ടാവണം, രോഗിയോടൊപ്പം രോഗിയുടെ സാധനങ്ങൾ, അവരുടെ റിപ്പോർട്ട് ഇൻവെസ്റ്റിഗേഷൻ കാര്യങ്ങളും അതല്ലെങ്കിൽ റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ അവരോടൊപ്പം കൊണ്ടുപോകണം. ഇൻ കേസ് എന്തെങ്കിലും മോണിറ്റർ ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഇപ്പൊ കാർഡിയക്ക് മാത്രമല്ല മറ്റെല്ലാ രീതിയിലും അല്ലെ എത്രത്തോളം ഓക്സിജൻ എടുക്കുന്നുണ്ട്, അതിന്റെയൊക്കെ പൾസ് ഓക്സിമീറ്റർ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തിട്ടാണ് രോഗി അവിടെ വരെ എത്തിക്കണമെങ്കിലൊക്കെ അത്തരത്തിലുള്ള എക്യുപ്മെന്റ്സ് എല്ലാം തന്നെ ഇവരോടൊപ്പം തന്നെ വഹിക്കേണ്ടതുണ്ട്. ക്ലിയർ ആയോ? ഓക്കെ,
അപ്പൊ ചെറിയ ഇതാണെങ്കിലും ഇടയ്ക്ക് ക്വസ്റ്റ്യൻസ് ഇതിൽ കാണാറുണ്ട് കേട്ടോ. അതായത് എന്തെങ്കിലും ഡോക്യുമെന്റ്സ് അല്ലെ ഇതിൽ പെടാത്തത് ഏതാണ് പെടുന്നത് ഏതാന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ വരാറുണ്ട്. അതുകൊണ്ട് ഇത് ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ഇങ്ങനെ തന്നെ ചോദ്യങ്ങൾ കാണാറുള്ളത്. എന്താണ് എക്യുപ്മെന്റ്സ് ഡോക്യുമെന്റ്സ് നെസസറി ഫോർ എ ട്രാൻസ്ഫർ പേഷ്യന്റ് അല്ലെ വിച്ച് ആർ ദ ഫോളോയിങ്. ഇൻ കേസ് നമുക്കറിയാം മിക്കപ്പോഴും ഈ എക്യുപ്മെന്റ്സ് ഒക്കെ തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഡോക്യുമെന്റ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. ഓൾ ഓഫ് ദി എബോവ് എന്നൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ ഇതിൽ പെടാത്ത ഏതെങ്കിലും രീതിയില് അല്ലെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഓഡ് വൺ ഔട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് അല്ലെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, രോഗിയെ ഒരു ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ രോഗിയുടേതായ ഒപ്പമുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോകണം. തീർച്ചയായിട്ടും ഒരു ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ സേവനം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സേവനത്തിന്റെ റിപ്പോർട്ട് മസ്റ്റായിട്ടും ഒരു റിസീവിംഗ് ഏരിയയിലേക്ക് കൊടുക്കേണ്ടതാണ് അല്ലെ. വേണ്ടി വരില്ലേ? നമ്മളൊരു ഹോസ്പിറ്റലിൽ ഒരു 3 ദിവസം അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും ആ അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എല്ലാം തന്നെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതാണ്. കാരണം അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അവര് അടുത്ത ട്രീറ്റ്മെന്റുകളൊക്കെ ആരംഭിക്കുന്നത്. കേളെ അപ്പൊ അത് ജസ്റ്റ് ഓർത്താൽ മതി. അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നെക്സ്റ്റിലേക്ക് നോക്കാം. ട്രാൻസ്ഫർ ഓഫ് ആൻ എക്സ്റ്റെൻഡഡ് കെയർ ഫെസിലിറ്റി അല്ലെ, വിപുലമായ പരിചരണത്തിലേക്ക് കൊണ്ടുപോകുമ്പോഴുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് അല്ലെ കൂടുതൽ സേവനം നേടിയെടുക്കാനായിട്ട് ഈ രോഗിയെ കൊണ്ടുപോകുമ്പോഴുണ്ടായിരിക്കേണ്ട കുറെ കാര്യങ്ങൾ അല്ലെ, കുറച്ച് കാര്യങ്ങളോട് ശ്രദ്ധിക്കണം. നോക്കുക എന്തൊക്കെയാണ് നോക്കാം. മേക്ക് ഷുവർ ദാറ്റ് ദ പേഷ്യൻസ് ഫിസിഷ്യൻ ഹാസ് റിട്ടൻ ദ ട്രാൻസ്ഫർ ഓർഡർ ഓൺ ഹിസ് ചാർട്ട് ആൻഡ് ഹാസ് കംപ്ലീറ്റഡ് ദ സ്പെഷ്യൽ ട്രാൻസ്ഫർ ഫോം. അതായത് രോഗിയുടെ ഫിസിഷ്യൻ തന്റെ ചാർട്ടില് ട്രാൻസ്ഫർ ഓർഡർ അല്ലെ അത് എഴുതിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കണം. നമുക്കറിയാം എന്താണ് സ്വന്തമായിട്ട് ഡിസിഷൻ എടുത്ത് കൊണ്ടുപോകുന്നവരുണ്ടാവാം, ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം കൊണ്ടുപോകുന്നവരുണ്ടാവാം അല്ലെ. അപ്പൊ വ്യത്യസ്ത തരത്തിലുള്ള ഇതുണ്ടാവും. തീർച്ചയായിട്ടും അവിടെ ഒരു ഡോക്ടറിന്റെ പെർമിഷൻ ഉണ്ടാവും അല്ലെ. അത് ഷുവർ ഉറപ്പ് വരുത്തേണ്ടതാണ്. ഫിസിഷ്യൻ ഹാസ് റിട്ടൻ ദ ട്രാൻസ്ഫർ ഓർഡർ. അവരുടെ ചാർട്ടില് രോഗിയുടെ ചാർട്ടില് എന്താണ് ഫിസിഷ്യന്റെ ഉറപ്പുണ്ടായിരിക്കണം. ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുവാനുള്ള ഓർഡറിന്റെ ഒരു രേഖാമൂലമുള്ള ഒരു ഇത് ഉണ്ടായിരിക്കണം. അത് എങ്ങനെയായിരിക്കണം എന്ന് പറയുന്നത് ഹാസ് കംപ്ലീറ്റഡ് ദ സ്പെഷ്യൽ ട്രാൻസ്ഫർ ഫോം. അത് സ്പെഷ്യൽ ട്രാൻസ്ഫർ ഫോമില് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള റിപ്പോർട്ട് അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. അതായത് ഫിസിഷ്യന്റെ എന്താണ് ഡയറക്ഷനോട് കൂടിയിട്ടാണ് ഈ രോഗിയെ നമ്മൾ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ഹോസ്പിറ്റലിൽ അതിനുള്ള ഫെസിലിറ്റീസ് കുറയുമ്പോൾ തീർച്ചയായിട്ടും ഡോക്ടേഴ്സ് നിർദ്ദേശിക്കും നിങ്ങൾ മറ്റൊരു ഹോസ്പിറ്റലിന്റെ സേവനം തേടേണ്ടതാണ് അല്ലെ. അപ്പൊ അത് തീർച്ചയായിട്ടും അവരുടെ ചാർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കണം എന്നുള്ളതാണ്. ആൻഡ് ഹാസ് കംപ്ലീറ്റഡ് ദ സ്പെഷ്യൽ ട്രാൻസ്ഫർ ഫോം. ആ ട്രാൻസ്ഫർ ഫോമുകളെല്ലാം തന്നെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. നമ്മൾ ഒരു എന്താണ് പെട്ടെന്ന് രോഗിയെ കൊണ്ട് മാത്രം കൊണ്ടുപോയാൽ പോരാ, ഈ ചാർട്ട് ഫോമുകളെല്ലാം തന്നെ റിപ്പീറ്റാണ് കൊണ്ടുപോകേണ്ടത്. തീർച്ചയായിട്ടും ആ സ്പെഷ്യൽ ഫോം ഒക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. Then this form should consist of the patient's diagnostic care summary, drug regimen, and special care instructions such as diet and physiotherapy. Okay, special transfer form എന്നാണ്. ഓക്കെ ഇന്നത്തെ ഫ്രം എന്നാണ് അല്ലെ. സോറി അവിടെ FORM ആട്ട. നിങ്ങൾ അതൊന്നും തിരുത്തിയല്ലേ. ഇവിടെ വീണ്ടും വരുന്നുണ്ടാവും. ഞാനിവിടെ വീണ്ടും വായിച്ചു. ഇവിടെയും കൂടിയുണ്ട്. ഇവിടെയും ഫ്രം എന്നാണ്. ട്രാൻസ്ഫർ ഫോം ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. Retain one copy of the transfer form. FORM. ഓക്കെ. അപ്പൊ എന്താ പറയുന്നത് നമ്മള് ഒരു ചാർട്ടില് എന്താണ് ഫിസിഷ്യന്റെ ആ ഒരു അല്ലെ നമ്മളുടെ സാക്ഷ്യപത്രം മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ എന്താണ് നമ്മുടെ റിലേറ്റീവ്സിന്റെ അല്ലെ ദിസ് ഫോം ഷുഡ് ബി കൺസിസ്റ്റ് ഓഫ് എ പേഷ്യൻസ് ഡയഗ്നോസ്റ്റിക് കെയർ സമ്മറി, ഡ്രഗ് റെജിമെൻ ആൻഡ് സ്പെഷ്യൽ കെയർ ഇൻസ്ട്രക്ഷൻസ് സച്ച് ആസ് ഡയറ്റ് ആൻഡ് ഫിസിയോതെറാപ്പി. നോക്കാം ഇതില് മറ്റു ഫോം അല്ല ഉദ്ദേശിച്ചത്. അതായത് ഈ ഫോമില് തന്നെ ദിസ് ഫോമില് എന്തൊക്കെ ഇൻക്ലൂഡഡ് ആവേണ്ടതുണ്ട്. എന്താണ് രോഗിയുടെ അല്ലെ ഡയഗ്നോസ്റ്റിക് നമ്മുടെ രോഗനിർണയവുമായി ബന്ധപ്പെട്ടതിന്റെ എല്ലാ ഡീറ്റെയിൽസിന്റെ ഒരു സമ്മറി ഉണ്ടായിരിക്കണം. ദെൻ രോഗിയുടെ എന്താണ് മെഡിസിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കണം. ദെൻ എന്താണ് എന്തെങ്കിലും സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ രോഗിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇൻ കേസ് നമുക്കറിയാം ഷുഗർ പേഷ്യന്റ് ഒക്കെ ആണെങ്കിൽ ഇന്ന മാത്രമുള്ള സാധനങ്ങൾ കഴിക്കാൻ പാടില്ല,
അങ്ങനെയൊക്കെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ഇൻസ്ട്രക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത്ര നേരം നമ്മൾ ഉറങ്ങണം, ഇത്ര സമയം എക്സസൈസ് ചെയ്യണം, എന്താണ് ഭക്ഷണത്തിന് മുമ്പാണ് കഴിക്കേണ്ട മെഡിസിൻ, അങ്ങനെ ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് രോഗികൾക്ക് കൊടുക്കുന്നുണ്ടാവും. ഉണ്ടാവില്ലേ? ഡോക്ടർ മെഡിസിൻ മാത്രമാണ് കൊടുക്കുക, അതിനോടൊപ്പം തന്നെ ചില നിർദ്ദേശങ്ങളും കൊടുക്കും അല്ലെ. അപ്പൊ ആ നിർദ്ദേശങ്ങളെല്ലാം തന്നെ അതിൽ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ്. ഓക്കെ, സജാസ് ഡയറ്റ് ആൻഡ് ഫിസിയോതെറാപ്പി, അതായത് നമ്മുടെ ഭക്ഷണക്രമത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളും ഫിസിയോതെറാപ്പിയുടേതായിട്ടുള്ള ഡീറ്റെയിൽസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഈ ഫോമിൽ ഇൻക്ലൂഡഡ് ആയിരിക്കണം. അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു ഫോം അത് കംപ്ലീറ്റഡ് ആയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. ദെൻ അതില് ഡിസിഷന്റെ ഒരു ഓർഡർ ഉണ്ടെന്നുള്ളത് ഒരു സമ്മതപത്രം അവിടെ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് എന്താ പറയുന്നത്, രോഗിയുടെ ഡയഗ്നോസ്റ്റിക് ആയിട്ടുള്ള, അതായത് രോഗനിർണയവുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസിന്റെ സമ്മറി ഉള്ളടക്കം. ഡ്രഗ് റെജിമെൻ പറഞ്ഞ മെഡിസിനുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആൻഡ് സ്പെഷ്യൽ കെയർ ഇൻസ്ട്രക്ഷൻസ്, നിർദ്ദേശങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ. സച്ച് ഡയറ്റ് ആൻഡ്, അത് എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഭക്ഷണക്രമവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും എക്സസൈസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം തന്നെ ആ ഒരു ഫോമിൽ ഉൾപ്പെടുത്തിയിരിക്കണം. ഓക്കെ, ക്ലിയർ ആയോ? ഫസ്റ്റ് നെക്സ്റ്റ് നമുക്ക് ഇതിലേക്ക് നോക്കാം. Then complete the nursing summary that includes the patient's assessment. Okay, progress. ഒരു ഡൗട്ട് പറഞ്ഞോളൂ, മെസ്സേജ് ചെയ്തോളൂ. ഹോസ്പിറ്റലിലേക്കാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത്? നമ്മൾ ഒരു ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്താലും ഒരു ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിലും ഇങ്ങനെയുണ്ടാവും അല്ലെ. ഇപ്പൊ നമ്മളിപ്പോ വീട്ടിലേക്ക് പറഞ്ഞയച്ചാലും തീർച്ചയായിട്ടും അവരവരുടെ എന്തുകൊണ്ടാണ് പറഞ്ഞയച്ചെന്നൊക്കെയുള്ള ഒരു ഡീറ്റെയിൽസ് ഉണ്ടാവും. നമുക്കറിയാം, മരുന്നിനോട് പ്രതികരിച്ചില്ലെങ്കിലും എന്താണ് അവിടെ ഡോക്ടർ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം അവരുടെ ആ ഒരു വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നതിന്റെ ഡീറ്റെയിൽസ് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞയക്കുന്നത്. അതേ മാത്രമല്ല അവിടെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, സമ്മതപത്രമൊക്കെ അവിടെ കൊടുക്കാറുണ്ട്. അതായത് പേഷ്യന്റിന്റെ റിലേറ്റീവ്സ് എന്നുള്ള സമ്മതപത്രമൊക്കെ അവിടെ ഉൾപ്പെടുത്തിയതിനു ശേഷമാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇപ്പൊ കൺസെന്റ് ഫോം. ഓക്കെ, അത് തന്നെ നമ്മൾ നോക്കുക. ഇതിൽ പ്രധാനമായിട്ടും എടുത്ത് പറയുന്ന ഒരു കാര്യം, ഇത് ഹോസ്പിറ്റലിൽ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് മാത്രമല്ല ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് പോയാലും, നമ്മൾ പറയും വലിയ ഒരു ഹോസ്പിറ്റലാണെങ്കിൽ ഒരു കാർഡിയോളജി സെക്ഷനിൽ നിന്ന് അവിടെ അഡ്മിറ്റ് ആയ ഒരു പേഷ്യന്റിന്റേതായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ചിലപ്പോൾ ഒരു ന്യൂറോ സെക്ഷനിലേക്ക് പോകുമ്പോൾ അവിടേക്ക് പോകുകയാണെങ്കിലും ഇത്തരത്തിലുള്ള ഡീറ്റെയിൽസ് തന്നെ കൊണ്ടുപോകണം. ക്ലിയറായോ? ഇപ്പൊ നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിൽ തന്നെയാണെങ്കിൽ അങ്ങനെയൊന്നും കൊണ്ടുപോകണ്ട അല്ലെ. നമ്മുടെ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അത് അങ്ങനെ തന്നെ ചാർട്ടുകൾ അങ്ങോട്ടേക്ക് സെർവ് ചെയ്യും അല്ലെ, അങ്ങോട്ടേക്ക് തന്നെ സെൻഡ് ചെയ്യും. പക്ഷെ ആ ഒരു നമുക്കറിയാം ഇത് പഠിക്കുമ്പോൾ നമ്മൾ പഴയ കാലഘട്ടത്തിന്റെ ഹിസ്റ്ററി അനുസരിച്ചിട്ടാണ് പഠിച്ചു പോകുന്നത്. ഓക്കെ, അപ്പൊ ആ ബ്രാഞ്ചിലേക്ക് ഇവരുടെ ചാർട്ടിനോടൊപ്പം തന്നെ എല്ലാ ഡീറ്റെയിൽസും കൊണ്ടുപോകാം. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് അറിയില്ല ഇത് ഏത് രോഗിയാണ്, എന്തിന്റെ ട്രീറ്റ്മെന്റ് ആണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്, ഈ രോഗനിർണയം നടത്തിയപ്പോഴാണ് ഈ വ്യക്തിക്ക് ന്യൂറോന്റെ പ്രോബ്ലം ആണ് കണ്ടെത്തിയത്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള മാറ്റേഴ്സ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഇത്രയും നാളും ആ ഡോക്ടർ ഏത് രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആണ് കൊടുത്തത്. ഓക്കെ, പേഷ്യന്റിന്റെ കണ്ടീഷൻ ഡിപ്പെൻഡ് ചെയ്തിട്ട്. ഓക്കെ, പേഷ്യന്റിന്റെ കണ്ടീഷൻ. ഓക്കെ, നമുക്കറിയാം അവര് ചിലപ്പോ അല്ലേ, നമുക്കറിയാം ഏതെങ്കിലും ബ്രാഞ്ചിലേക്ക് ആണെങ്കിൽ ആ കണ്ടീഷൻ നോക്കിയിട്ടാണ് ഡോക്ടർ തീരുമാനിക്കുന്നത് ഇന്ന ബ്രാഞ്ചിലേക്ക് കൊണ്ടുപോകാം. അല്ലെങ്കിൽ ഈ ഹോസ്പിറ്റലിൽ മതിയായ ഫെസിലിറ്റീസ് ഇല്ല, അപ്പൊ മറ്റൊരു ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം. അതല്ലെങ്കിൽ മോസ്റ്റ്ലി രോഗിയുടെ ആ ഒരു കണ്ടീഷൻ നോക്കിയിട്ടാണ് ഇതെല്ലാം ഡോക്ടർ തീരുമാനിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയി? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നോക്കാം. എന്താണ് നെക്സ്റ്റ്? കംപ്ലീറ്റ് ദ നഴ്സിംഗ് സമ്മറി ദാറ്റ് ഇൻക്ലൂഡ്സ്, ഞാൻ കണ്ടിന്യൂ ചെയ്യണം. Complete the nursing summary that includes the patient's assessment, progress, needed nursing treatments, and special needs to make sure the continuity of care. നമുക്ക് അറിയാം രോഗിയുടെ തുടർ ചികിത്സയാണ് ലക്ഷ്യമിടുന്നത് അല്ലെ. നമ്മളിപ്പോ വീട്ടിലേക്കല്ല പോകുന്നതെങ്കിലും കൂടി മറ്റു തീരുമാനങ്ങളിലേക്കൊക്കെയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും രോഗിയുടെ പരിചരണമാണ് അവിടെ കൂടുതലായിട്ട് ഉറപ്പാക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോഴെന്താണ്, ഇവരുടെ രോഗിയുടെ തുടർ ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ഈ രോഗിയോടൊപ്പം തന്നെ പോകണം അല്ലെ.
അതുകൊണ്ട് തന്നെ എന്താണ് അവിടെ നഴ്സിന്റെ ഈ രോഗിയുമായി ബന്ധപ്പെട്ട പരിചരണവുമായി ബന്ധപ്പെട്ട നഴ്സിന്റെ സമ്മറി റിപ്പോർട്ട്, then that includes പേഷ്യന്റിന്റെ അസസ്മെന്റ്. നമുക്കറിയാം നഴ്സുമാർ എന്താണ് സമ്മറി തയ്യാറാക്കുമ്പോൾ രോഗിയെ വിലയിരുത്തിയിട്ടാണ് അല്ലെ, ഇന്ന രീതിയിലാണ് അഡ്മിഷന് വന്നത്, അഡ്മിഷന് വന്നപ്പോൾ ഇന്ന മെഡിസിൻസ് ഒക്കെ കൊടുത്തു, അതുമായി ബന്ധപ്പെട്ട അല്ലെ നമുക്കറിയാം എന്താണ് ഡയഗ്നോസ്റ്റിക്കുമായിട്ടുള്ള എന്തെങ്കിലും രോഗനിർണയമായിട്ടുള്ള ബന്ധപ്പെട്ട ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നടത്തി. ഇൻ കേസ് നെക്സ്റ്റ് ഡേ ആയപ്പോൾ ഇത്തിരി കൂടി പുരോഗതി ഉണ്ടായി. അങ്ങനെയുള്ള എന്താണ് നഴ്സിന്റെ സമ്മറി, അത് പേഷ്യന്റിന്റെ അസസ്മെന്റ് വിലയിരുത്തിയിട്ടുള്ള പ്രോഗ്രസും കൂടി അല്ലെ, അതിന്റെ ആ ഒരു പുരോഗതിയും കൂടി അവലംബിച്ചിട്ടായിരിക്കും നഴ്സുമാരുടെ ഈ സമ്മറി തയ്യാറാക്കുന്നത്. അതായത് അവരുടെ ആ ഒരു ആശയങ്ങള് കൺക്ലൂഡ് ചെയ്ത് സമ്മറി തയ്യാറാക്കുന്നത്. The need nursing treatment and special needs to make sure the continuity care. നഴ്സിനറിയാം, ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ഹോസ്പിറ്റലിൽ ഇതിനുള്ള സൗകര്യക്കുറവായതുകൊണ്ട് ഇന്ന ട്രീറ്റ്മെന്റുകൾ ഇവർക്ക് കൊടുക്കേണ്ടതാണ് അല്ലെ. നമുക്ക് ഇത്രയും ട്രീറ്റ്മെന്റ് ഹോസ്പിറ്റലിൽ ഫെസിലിറ്റി അനുസരിച്ച് ഈ വ്യക്തിക്ക് ഇപ്പൊ ഒരു ക്യാൻസർ പേഷ്യന്റ് ആണ്, ഒരു ജനറൽ ഹോസ്പിറ്റലാണ് അഭയം തേടിയിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം അവരുടെ ലക്ഷണങ്ങളും അവരുടെ രീതി അനുസരിച്ചിട്ട് ആദ്യം ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്തു. ഡയഗ്നോസ്റ്റിക് കാര്യങ്ങൾ അല്ലെ, രോഗനിർണയവുമായി ബന്ധപ്പെട്ട് വന്നപ്പോഴാണ് ഇത് ക്യാൻസർ പേഷ്യന്റ് ആണെന്ന് മനസ്സിലാക്കുന്നത്. എന്താണ് നഴ്സ് എന്താണ് ചെയ്യുക, ആ സമ്മറിയോടൊപ്പം തന്നെ പറയും നമ്മുടെ ഈ ഹോസ്പിറ്റലിലെ സൗകര്യങ്ങൾ ഇതിനുമായി ബന്ധപ്പെട്ടതല്ല, അതുകൊണ്ടാണ് സ്പെഷ്യലൈസ്ഡ് സർവീസിന് വേണ്ടിയിട്ട് ഇന്ന ഹോസ്പിറ്റലിലേക്ക് ഡിസ്ചാർജ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഇന്ന ട്രീറ്റ്മെന്റ് ഒക്കെ രോഗിക്ക് കണ്ടിന്യൂ ചെയ്യാം അല്ലെ. ആ സമ്മറിയിൽ അതെല്ലാം ഉൾക്കൊള്ളിച്ചിരിക്കും. സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ആവശ്യകത ഈ രോഗിക്ക് വേണമെങ്കിൽ ചിലപ്പോൾ നമുക്കറിയാം ചില ഇവര് ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ HP-യുടെ ലെവൽ കുറവാണ്, അല്ലെങ്കിൽ ശ്വാസകോശ തടസ്സം അനുഭവപ്പെടുന്ന രോഗിയാണ്. അപ്പൊ അവരുടെ ശ്രദ്ധയിൽപ്പെടുന്ന എന്തെങ്കിലും മാറ്റേഴ്സ് ഉണ്ടെങ്കിൽ അതുമെല്ലാം റിപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ അവർക്ക് ആ സമ്മറി തയ്യാറാക്കി മറ്റൊരു റിസീവിംഗ് ഏരിയയിലേക്ക് കൊടുത്തേക്കാം. ഓക്കെ, അതാണ് നെക്സ്റ്റ് പറയുന്നത്. കംപ്ലീറ്റ് ദ നഴ്സിംഗ് സമ്മറി that includes the patient assessment progress, needed nursing treatments and special needs to make sure the continuity of care. നമുക്കറിയാം രോഗിയുടെ തുടർ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങളെല്ലാം ഇതിൽ ഉൾക്കൊള്ളിക്കുന്നത്. ക്ലിയർ ആയോ? നമ്മൾ 2 പോയിന്റ് ഡിസ്കസ് ചെയ്തു. വിപുലമായ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നെക്സ്റ്റ് നോക്കുക, സെറ്റിൽമെന്റ് ഓഫ് ഹോസ്പിറ്റൽ ബിൽസ്. അപ്പൊ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ കണ്ട ഒരു ബ്രാഞ്ചിൽ നിന്നാണെങ്കിൽ കൂടി അവിടുത്തെ ബില്ലുകളെല്ലാം സെറ്റിൽ ചെയ്തതിനു ശേഷമാണ് ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിൽ നിന്ന് അവരെ പറഞ്ഞേക്കുള്ളൂ അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട നടപടി കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കണം. ദെൻ അത് നമുക്കറിയാം എന്തായാലും അവർ ചെയ്തു തീർത്തിട്ടേ വരുള്ളൂ അല്ലെ, ഉറപ്പല്ലേ. ആശുപത്രിയുടെ ബില്ലുകളൊക്കെ സെറ്റിൽമെന്റ് ചെയ്യില്ലേ, ചെയ്തു തീർത്തിട്ടേ വരുള്ളൂ അല്ലെ. അത് ചെയ്തു തീർക്കുക എന്നുള്ളത്. The next, retain 1 copy of a transfer form and from a form and nursing summary with the patient chart and pass on the other copies to receiving facility. അതായത് നമുക്കറിയാം നമ്മൾ ഏതൊരു ഹോസ്പിറ്റലിലും ചാർട്ട് വീണ്ടും നമ്മളവിടെ അപ്പോയിന്റ്മെന്റ് അല്ലെ, നമ്മൾ എന്തെങ്കിലും അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാർട്ട് അവിടെ ഉണ്ടായിരിക്കും. അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടായിരിക്കും നമ്മൾ തുടർ ചികിത്സയാണ് നമുക്ക് നൽകുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ അവിടുത്തെ ചികിത്സയുമായി ബന്ധപ്പെട്ട കോപ്പി അവിടെ അവരുടെ ചാർട്ടിനോടൊപ്പം സേവ് ചെയ്യണം. എന്നാൽ അതിന്റെ ഈ നഴ്സിംഗ് സമ്മറിയുടെയും മറ്റു ഫോമുകളുടെയൊക്കെ അതർ കോപ്പി എന്തിനു വേണ്ടിയിട്ട് സ്വീകരിക്കണം, മറ്റു റിസീവിംഗ് ഫെസിലിറ്റി അല്ലെ എവിടേക്കാണോ ഈ വ്യക്തിയെ ട്രാൻസ്ഫർ ചെയ്യുന്നത് അവിടേക്ക് വേണ്ടിയിട്ട് ഒരു കോപ്പി കൂടി കരുതി വെക്കുന്നത്. Retain 1 copy of the transfer form and nursing summary with the patient chart and pass on the other copy to the receiving facility. ഒരു കോപ്പി നമ്മൾ യഥാർത്ഥത്തിലുള്ള ഹോസ്പിറ്റലിൽ നമ്മൾ ഏത് ട്രീറ്റ്മെന്റ് എടുത്തിരിക്കുന്ന ഹോസ്പിറ്റൽ ഏതാണോ അവിടെ ഉണ്ടായിരിക്കും. ഒന്നുകൂടി പറഞ്ഞേ, ഒന്നുകൂടി അയക്കാം. ഈ പോയിന്റ് ആണ് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അതായത് ട്രാൻസ്ഫർ ഫോമിന്റെയും നഴ്സിംഗ് സമ്മറിയുടെയും ഒരു കോപ്പി ഇവരെ ചാർട്ടിനോടൊപ്പം തന്നെ കീപ്പ് ചെയ്യണം. നഴ്സിംഗ് സമ്മറി തയ്യാറാക്കേണ്ടതായിട്ട് മസ്റ്റ് ആയിട്ട് വരും. നഴ്സിംഗ് സമ്മറി അതിനോടൊപ്പം തന്നെ തയ്യാറാക്കിയിട്ട് കൊടുക്കണമല്ലോ. ഒരു കോപ്പി ഇവരുടെ ചാർട്ടിനോടൊപ്പം സൂക്ഷിക്കും. ദെൻ എന്താണ് അടുത്ത ഇത് അവരോടൊപ്പം തന്നെ കൊടുത്തേക്കും. Retain 1 copy of a transfer form and nursing summary with the patient chart. അവരുടെ ചാർട്ടിനോടൊപ്പം ഉണ്ടാവും.
then and pass on other copy to the receiving facilities. നമുക്കറിയാം ഇവരുടെ ചാർട്ടേപ്പാടി എല്ലാം നമ്മൾ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊടുത്തേക്കുന്നത് അല്ലെ, അവരുടെ കോപ്പികൾ സമ്മറി അല്ലെങ്കിൽ ഫോമിന്റെ കോപ്പികളൊക്കെയാണ് ഇവരോടൊപ്പം തന്നെ കൊടുത്തേക്കുന്നത്. നമ്മളൊരു അഡ്മിഷന് ചെന്ന് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമുക്കൊരു ചാർട്ട് ഉണ്ടാവും അല്ലെ, ആ ചാർട്ട് അഡ്മിഷൻ തുടങ്ങിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ആ ചാർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. ഓക്കെ, കോപ്പീസ് മാത്രമാണ് മറ്റൊരു ഇതിലേക്ക് കൊടുത്തേക്കുക. ഓക്കെ, അതായത് നമ്മുടെ ഈ ഫോമും അതോടൊപ്പം തന്നെ ഞാൻ ചാർട്ടും കൂടി കൊടുത്തേക്കുന്നത് നേരത്തെ പറഞ്ഞിരുന്നു. അവരോടൊപ്പം തന്നെ ഈ കോപ്പീസുകളൊക്കെ തന്നെയാണ് കൊടുത്തേക്കുന്നത്. നമ്മളിപ്പോ വീൽ ചെയറിൽ ഒരു രോഗിയെ ഒരു ബ്രാഞ്ചിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കോപ്പികൾ ഇവരുടെ ഇപ്പൊ എല്ലാ ഡീറ്റെയിൽസ് അപ്പൊ ആ റിസീവിംഗ് ഏരിയയിൽ ചെല്ലുമ്പോൾ ന്യൂ അഡ്മിഷൻ നമ്മൾ നേരത്തെ പഠിച്ചു, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലെ, റിസീവിംഗ് ഏരിയയിൽ ചെല്ലുമ്പോൾ പുതിയ അഡ്മിഷൻ രീതിയിലാണ് ഈ രോഗിയെ അവർ സ്വീകരിക്കുന്നത്. കാരണം അവര് പുതിയൊരു ചാർട്ട് അവിടെ ക്രിയേറ്റ് ചെയ്യാറ്. അപ്പൊ ഈ വന്നിരിക്കുന്ന കോപ്പികളെല്ലാം തന്നെ അതിൽ ഇൻക്ലൂഡഡ് ആക്കുന്നു. പിന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ആ ഒരു ബ്രാഞ്ചിലാണെങ്കിലും മറ്റൊരു ഹോസ്പിറ്റലാണെങ്കിലും പുതിയൊരു അഡ്മിഷൻ പേഴ്സൺ ആയിട്ടാണ് ഈ ഒരു രോഗിയെ സ്വീകരിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അത് ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അതിവിടെ ആ ഒരു പോയിന്റ് ഇവിടെ തന്നെ എടുത്ത് പറയുന്നത്, ഇൻ ദ ന്യൂ യൂണിറ്റ് പ്രൊസീജിയർ ഇസ് സിമിലർ ടു ദാറ്റ് അഡ്മിഷൻ പ്രൊസീജിയർ. അഡ്മിഷൻ പ്രൊസീജിയറിലായിട്ടാണ് അടുത്ത ആ ഒരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്തു വരുമ്പോഴും നമ്മൾ ഏതോ ഒരു ബ്രാഞ്ച് ആണെങ്കിലും ഹോസ്പിറ്റലാണ് സ്വീകരിക്കുന്നത്. ഫോം തയ്യാറാക്കുന്നതും നമ്മുടെ നഴ്സിംഗിന്റെ സമ്മറിയുടെ ഒക്കെ കോപ്പികളാണ് അവർക്ക് റിസീവിംഗ് ഏരിയയിലേക്ക് കൊടുത്തു വിടുന്നത്. ഓക്കെ, അതായത് രോഗിയെ കുറിച്ചിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അത്. ഓക്കെ, ക്ലിയർ അല്ലേ? വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഉറപ്പുവരുത്തുക, ക്ലിയർ ആക്കി തന്നെ പോവാം. First point, make sure that the patient's physician has written the transfer order on his chart and has completed the special transfer form. അതായത് നമ്മളുടെ ചാർട്ടില് അദ്ദേഹം അല്ലെ രേഖാമൂലം എന്താണ് ഇദ്ദേഹത്തിന് ഈ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യണമെന്ന് ഉള്ള രേഖാമൂലമുള്ള അറിയിപ്പ് അത് ഉറപ്പുവരുത്തേണ്ടതാണ്. രേഖാമൂലമുള്ള സമ്മതം അത് ഉറപ്പുവരുത്തേണ്ടതാണ്, അത് ചാർട്ടിൽ ഉൾപ്പെടുത്തേണ്ടതുമാണ്. And has completed the special transfer form. സ്പെഷ്യൽ ട്രാൻസ്ഫർ ഫോം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ഫോം അത് റിസീവിംഗ് ഏരിയയിലേക്ക് കൊടുക്കേണ്ടതാണ് അല്ലെ. അപ്പൊ അതിലും ഇദ്ദേഹത്തിന്റെ ആ ഒരു മാറ്റണം എന്നുള്ള രേഖാമൂലമുള്ള ഉറപ്പ് അതിലും വ്യക്തമാക്കേണ്ടതാണ് അല്ലെ. And has completed the special transfer form. ആ ഫോമിലും കംപ്ലീറ്റഡ് ആക്കേണ്ടതാണ്. ആരുടെ? ഫിസിഷ്യന്റെ അതായിട്ടുള്ള ആ ഒരു തീരുമാനം, ആ ഡിസിഷൻ എന്താണെന്നുള്ളത് അത് അന്നത്തെ ഉൾപ്പെടുത്തേണ്ടതാണ്. Then this form should consist of a patient's diagnostic care summary, then a drug regimen and the special care instructions such as the diet and physiotherapy. ഈ ഫോമില് ഈ പറയാണ് പേഷ്യൻസിന്റെ ഡയഗ്നോസ്റ്റിക് അല്ലെ, രോഗനിർണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അതിൽ ഉൾപ്പെടുത്തണം. then എന്താണ് സമ്മറി അല്ലെ, നമുക്കറിയാം ഇവരെ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് ഉള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ സമ്മറി ഉണ്ടായിരിക്കണം. then രോഗ അല്ലെ നമ്മുടെ രോഗികൾക്ക് ആ രോഗിക്ക് കൊടുത്തിരിക്കുന്ന മരുന്നുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തിയിരിക്കണം. ആൻഡ് സ്പെഷ്യൽ കെയർ ഇൻസ്ട്രക്ഷൻസ്, എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ആ രോഗിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എല്ലാം ഉൾപ്പെടുത്തിയിരിക്കണം. ഇൻ കേസ് അത് ഏത് രീതിയിലുള്ള ഇൻസ്ട്രക്ഷൻസ് ആണെന്ന് പറയുന്നു, ഭക്ഷണക്രമത്തിൻ്റെതായിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും എക്സസൈസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ ഈ സമ്മറിയിൽ ഉൾപ്പെടുത്തിയിരിക്കണം. അതായത് ഈ ഫോമിലും കൂടി ഉൾപ്പെടുത്തിയിരിക്കാൻ വേണ്ടത്. ക്ലിയർ ആയോ? നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നെക്സ്റ്റ് നോക്കാം. കീ എലമെന്റ്സ് ഫോർ ട്രാൻസ്ഫർ ഓഫ് ക്രിട്ടിക്കലി ഇൽ പേഷ്യന്റ്. നമുക്കറിയാം
സാധാരണ രീതിയിൽ നോർമൽ പേഷ്യന്റിനെ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ഡയഗ്നോസ്റ്റിക് അല്ലെ രോഗനിർണയമൊക്കെ നടത്തി കഴിയുമ്പോഴാണ് ഇവിടുന്ന് ചികിത്സ മാറ്റണം എന്നൊക്കെ തീരുമാനിക്കുമ്പോൾ അവർ ക്രിട്ടിക്കൽ ആയിട്ടുള്ള സ്റ്റേജിലേക്ക് ചിലപ്പോൾ വന്നിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നമില്ല അല്ലെ നമ്മൾ എന്താണ് ദിവസമൊക്കെ തീരുമാനിച്ചിട്ടൊക്കെ ആയിരിക്കും മറ്റൊരു ഹോസ്പിറ്റലിലേക്കൊക്കെ പോകുക. അതല്ലാതെ ക്രിട്ടിക്കൽ ആയിട്ട് അല്ലെ പേഷ്യന്റ് ഭയങ്കര സിക്ക് ആയിട്ടുള്ള പേഷ്യന്റിലൊക്കെ ആണെങ്കിൽ അവര് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ചില കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ അർജന്റിൽ തന്നെ എടുക്കേണ്ടതുണ്ട് അല്ലെ സമയത്തിന് തന്നെ പ്രാധാന്യത്തോടു കൂടി എടുത്താൽ മാത്രമാണ് അവരുടെ ജീവനെ രക്ഷിക്കാനാകും അല്ലെ. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി നോക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് വരുന്നത് ഡിസിഷൻ ടു ട്രാൻസ്ഫർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഒരു തീരുമാനം എടുക്കണം അല്ലെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ നമുക്കറിയാം ഈ രോഗിയെ അതിതീവ്ര പരിചരണ വിഭാഗത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം, അതല്ലെങ്കിൽ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ഈ രോഗിയെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ മറ്റൊരു ബ്രാഞ്ചിലേക്ക് കൊണ്ടുപോകണം. അത് പെട്ടെന്ന് തന്നെ നല്ല ആശയവിനിമയത്തോട് കൂടിയിട്ട് നല്ലൊരു ആശയവിനിമയം ഉണ്ടെങ്കിൽ മാത്രമാണ് നല്ലൊരു തീരുമാനം എടുക്കാനായിട്ട് സാധിക്കുന്നത് അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ടതാണ് ഡിസിഷൻ ടു ട്രാൻസ്ഫർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. തീരുമാനം എടുക്കുക എന്നുള്ളത്. ഇതിനെന്താ പറയുന്നത് കൈമാറ്റം ചെയ്യുമ്പോൾ ആശയവിനിമയം നടത്തുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത് വരുന്നത്. ദ ഡിസിഷൻ to shift the patient is a important vulnerability of exposure of the patient and the staff to extra risk and extra expense for relatives and the hospital. നമ്മളിപ്പോ അറിയാം ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ അല്ലെ ഒരു ഫിനാൻഷ്യലി സൗണ്ട് പറഞ്ഞവരൊക്കെ ആണെങ്കിൽ നമുക്കറിയാം ഡോക്ടറും അതേപോലെ തന്നെ പേഷ്യന്റ് റിലേറ്റീവ്സ് ഒക്കെ കൂടി ഒരു തീരുമാനത്തിലേക്കൊക്കെ എടുക്കാനായിട്ട് ഒന്ന് ആശയവിനിമയം നടത്തും. ഇങ്ങനെ പേഷ്യന്റ് ഇങ്ങനെ വയ്യാത്ത സ്റ്റേജിലാണ്, അവരെ നമ്മൾ മറ്റൊരു ഫെസിലിറ്റിയുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പേഷ്യന്റിന് വലിയ കുഴപ്പമില്ലാതെ ഡെവലപ്പ് ചെയ്യും. അതല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഡോക്ടർ പറയുകയും ചെയ്യും അല്ലെ ചിലപ്പോ എന്താണ് ക്രിട്ടിക്കൽ സ്റ്റേജ് ആണ് ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയാൽ ഞങ്ങൾക്ക് അത്ര ഉറപ്പൊന്നുമില്ല, അങ്ങനെയൊക്കെ ഡിസ്കഷനിൽ വരില്ലേ ഉണ്ടാവില്ലേ ഉണ്ടാവും അല്ലെ. അപ്പൊ എക്സ്ട്രാ റിസ്കുകൾ എന്തെങ്കിലും ഉണ്ടായെങ്കിൽ അതൊരു ചാൻസ് ഉണ്ട് അല്ലെ, പക്ഷെ രക്ഷപ്പെടണമെന്ന് ഉറപ്പില്ല. ചിലപ്പോ നമുക്കറിയാം രക്ഷപ്പെടും അല്ലെ, നിങ്ങൾ മറ്റൊരു ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയാൽ തീർച്ചയായിട്ടും നല്ല ഫെസിലിറ്റി ഷുവർ ആണ്, ഇവിടെ അതിനുള്ള ഫെസിലിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് എത്രയും പെട്ടെന്ന് നിങ്ങൾ കൊണ്ടുപോകണം അല്ലെ. അത് മോസ്റ്റ്ലി ആ ഡോക്ടർ കമ്പൽ ചെയ്ത് തന്നെ പറയും, പക്ഷെ ഓക്കെ മുൻകൂട്ടി തന്നെ പറയാറുണ്ട്. ആ ഒരു ഡിസ്കഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് മുൻകൂട്ടി അവര് ആലോചന നടത്തും അല്ലെ. ഡോക്ടറും ആ പേഷ്യന്റിന്റെ റിലേറ്റീവ്സും തമ്മിൽ ഒരു ആശയവിനിമയം നടത്തും. കാരണം നമുക്കറിയാം പെട്ടെന്ന് തന്നെ ഒരു ദുർബലാവസ്ഥയിലായിരിക്കുന്ന സ്റ്റേജാണ് അല്ലെ, അതാണ് വൾനറബിലിറ്റി എന്ന് പറയുന്നത്. ദുർബലാവസ്ഥയിലായിട്ടുള്ള ആ സ്റ്റേജിൽ അതിന്റെ ആ സംഭവം ആശയവിനിമയം നടത്തി ഡോക്ടറും പേഷ്യന്റ് റിലേറ്റീവ്സ് ഒക്കെ ആയിട്ട് തമ്മിൽ അല്ലെങ്കിൽ പേഷ്യന്റും തമ്മിൽ ഒരു ആശയവിനിമയം നടത്തി അല്ലെ. സമ്പർക്കം അല്ലെ, എക്സ്പോഷർ എന്ന് പറയുമ്പോൾ സമ്പർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ടാണ് അവരൊരു ഡിസിഷനിൽ എടുക്കുന്നത് കണ്ടീഷൻ അനുസരിച്ചിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ അവിടെ പ്രധാനമായിട്ടും പറയുന്നുണ്ട് എക്സ്ട്രാ റിസ്ക്, ചിലപ്പോൾ എക്സ്ട്രാ എക്സ്പെൻസ് വരും, ചിലപ്പോ എന്താണ് നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നതായിരിക്കും. നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോ കണ്ടു ചിലത് പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് തന്നെ ഉണ്ടാവും, ചിലപ്പോ എന്താണ് കുറച്ച് നെഗറ്റീവ് ആയിരിക്കും, ചിലപ്പോ എന്താണ് അതിനെ ഇടയ്ക്ക് നിൽക്കുന്നതായിരിക്കും അല്ലെ. ചിലപ്പോൾ രക്ഷപ്പെടാം, രക്ഷപ്പെടാതിരിക്കാം എന്നൊക്കെയുള്ള ഒരു മൈൻഡിലുള്ളതായിരിക്കാം. എനിവേ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെയാണ് ആ ഒരു ഡിസിഷൻ എടുക്കേണ്ടി വരുന്നത്. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. The decision to transfer the patient is decided by senior consultant level doctor by way of a discussion with the patient's relatives about the benefit and risk involved. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പോയിന്റ് തന്നെയാണ്, പക്ഷെ അവിടെ മസ്റ്റ് ആയിട്ടും എടുത്ത് പറയുന്ന ഒരു കാര്യം ഈ ഡിസിഷൻ എടുക്കുന്നത് ആരുടെ ഇതിന്റെ സാമീപ്യത്തിലായിരിക്കും. സാധാരണയായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു ജൂനിയർ ഡോക്ടറൊക്കെ ആയിരിക്കും ഒരു ഡിസ്കഷനിലേക്ക് വരുന്നത്. വലിയ വലിയ ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ ആദ്യം തന്നെ സീനിയർ ഡോക്ടർ നിർദ്ദേശിക്കാൻ പറ്റില്ല അല്ലെ. ഇപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നോക്കാം അവിടെ സീനിയർ കൺസൾട്ടന്റ് അല്ലെ, അവിടെ മോസ്റ്റ്ലി ഡോക്ടറാണ് ഡിസൈഡ് ചെയ്ത് അവസാന ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഒരുപക്ഷെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് ഒരുപക്ഷെ ജൂനിയർ ഡോക്ടറിന്റെ സാമീപ്യത്തിലായിരിക്കും, അല്ലെങ്കിൽ നഴ്സുമാരുടെ സാമീപ്യത്തിലായിരിക്കും. കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ ചിലപ്പോൾ നഴ്സുമാരൊക്കെ ആയിരിക്കും പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്, അല്ലെങ്കിൽ ജൂനിയർ ഡോക്ടേഴ്സ് ഒക്കെ ആയിരിക്കും പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കാം. The decision to transfer the patient is decided by a senior consultant level doctor അല്ലെ. അവിടെ തീരുമാനം എടുക്കുന്നത് മോസ്റ്റ് ആയിട്ട് സീനിയർ ലെവലായിട്ടുള്ള കൺസൾട്ടന്റ് ഡോക്ടറാണ്. by way of a discussion with the patient's relatives about the benefit and the risk involved. അപ്പൊ നമ്മള് ഈ പറഞ്ഞ മാതിരി നേരത്തെ പറഞ്ഞ മാതിരിയുള്ള റിസ്കും അതേമാതിരി തന്നെ ബെനിഫിറ്റ്സും നേട്ടങ്ങളെ കുറിച്ചുകൊണ്ട് തന്നെ ഈ പേഷ്യന്റിനെ കൊണ്ടുപോയാൽ ഉണ്ടാകുന്ന നേട്ടങ്ങൾ അല്ലെങ്കിൽ ചിലപ്പോൾ ഇത്തരം റിസ്കുകൾ വരാൻ സാധ്യതയുള്ളതൊക്കെ
എന്താണ് സീനിയർ ഡോക്ടറുടെ സാന്നിധ്യത്തിൽ തന്നെ ഒരു തീരുമാനം എടുക്കും. Then third one എന്ന് പറയുന്നത് a written and informed consent of a patient's relatives along with the reason to transfer is compulsory before the transfer. നമുക്കറിയാം ഓരോ ഹോസ്പിറ്റലിൽ നിന്ന് അല്ലെ നമുക്ക് പേഷ്യന്റിന്റെ സാന്നിധ്യത്തിൽ തന്നെയാണ് കൊണ്ടുവരുന്നതെങ്കിലും ഇൻ കേസ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ലീഗൽ നടപടികൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ, നിയമ നടപടികളൊക്കെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും റിലേറ്റീവ്സിന്റെ സമ്മതപത്രം അവര് പൂരിപ്പിച്ച് മേടിപ്പിക്കും, ഉണ്ടാവില്ലേ? ആണ് നെക്സ്റ്റ് പറയുന്നത്. ആദ്യം ജൂനിയർ ഡോക്ടറിന്റെ സാന്നിധ്യത്തിൽ ഡിസ്കഷൻ നടക്കുന്നു. ദെൻ എന്താണ് സീനിയർ കൺസൾട്ടന്റ് അത് തീരുമാനങ്ങൾ എടുക്കുന്നു. അതിനുശേഷം എന്താണ് നമ്മുടെ സമ്മതപത്രം അല്ലെ, കൺസെന്റ് അതാണ് പറയുന്നത്, സമ്മതപത്രമാണ് അവിടെ. റിട്ടൺ ആൻഡ് ഇൻഫോംഡ് കൺസെന്റ് ഓഫ് പേഷ്യൻസ് റിലേറ്റീവ്സ് along with the reason to transfer is compulsory before the transfer. ട്രാൻസ്ഫറിന് മുമ്പ് തന്നെ എന്താണ് റിട്ടൺ ആയിട്ടുള്ള ഒരു കമ്പൽസറി ഫോം സമ്മതപത്രം അവിടെ എഴുതി അല്ലെ, റിട്ടൺ എഴുതി തന്നെ തയ്യാറാക്കുന്ന സമ്മതപത്രം ഉറപ്പാക്കേണ്ടതാണ്. തീർച്ചയായിട്ടും ഹോസ്പിറ്റലുകാര് ഇത് തയ്യാറാക്കി ഉറപ്പാക്കി മേടിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ലീഗൽ ആയിട്ടുള്ള എന്തെങ്കിലും നടപടിക്രമങ്ങൾ വരികയാണെങ്കിൽ അതിനെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ടാ. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്കാം. Last one നോക്കാം. A direct communication between the shifting and the receiving facility should be by sharing of a complete information on the patient's clinical condition, treatment being given, the reason for transfer, method of a transfer, and the timeline of a transfer in a written document. ഇപ്പൊ നമ്മൾ ഇപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്ന് വെച്ചു. പിന്നെ നമ്മൾ എന്തായാലും രോഗിയെ കൊണ്ടുപോകുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തി അല്ലെ, ഒരു ഡിസ്കഷൻ കഴിഞ്ഞു, സമ്മതപത്രം എഴുതി മേടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ രോഗിയെ കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ്. അപ്പൊ എന്താണ് തീർച്ചയായിട്ടും രോഗിയുടെ ആ ഒരു രോഗാവസ്ഥയുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് വേണം അല്ലെ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ മുകളിൽ പറഞ്ഞ കുറച്ച് പോയിന്റ്സുകൾ ഉണ്ട് അല്ലെ, ആ രോഗിയുമായി ബന്ധപ്പെട്ട കുറച്ച് ഡീറ്റെയിൽസും കൂടി കൊണ്ടുപോയാലാണ് അവർക്ക് പെട്ടെന്ന് റിസീവിംഗ് ഏരിയയിലുള്ളവർക്ക് പെട്ടെന്ന് വ്യക്തമായിട്ട് രോഗിയെ മനസ്സിലാക്കാൻ എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ പേഷ്യൻസ് ക്ലിനിക്കൽ കണ്ടീഷൻ ട്രീറ്റ്മെന്റ് ബീയിങ് ഗിവൺ റിസൺ അല്ലെ, ഇപ്പൊ നിലവില് എന്തൊക്കെയാ ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്തു, ഏതൊക്കെ രോഗാവസ്ഥയാണ് ഉണ്ടായിരുന്നത്, അതിലെന്തെങ്കിലൊക്കെ അല്ലെ എന്തെങ്കിലൊക്കെ രോഗങ്ങള് ഭേദമായിട്ടുണ്ടോ, അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലൊക്കെ ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടോ, അതുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസുകളും ഉൾപ്പെടുത്തണം. ഞാൻ എന്തൊക്കെയാണ് നിലവിൽ ട്രീറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത്, ദെൻ റീസൺ ഫോർ ട്രാൻസ്ഫർ, എന്തുകൊണ്ടാണ് ഈ വ്യക്തിയെ ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഇവിടെ മതിയായ സേവനം ഇല്ലാത്തത് കൊണ്ടാണോ, അതല്ലെങ്കിൽ നല്ല സ്പെഷ്യൽ കെയർ കിട്ടാൻ വേണ്ടിയിട്ടാണോ, അങ്ങനെ എന്തെങ്കിലും റീസൺ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ ഉൾപ്പെടുത്തണം. ദെൻ ഏത് രീതിയിലാണ് ഈ വ്യക്തിയെ കൊണ്ടുപോകുന്നത്, മെത്തേഡ് ഓഫ് ട്രാൻസ്ഫർ, അതായത് നമുക്കറിയാം അല്ലെ, ഒരു നമ്മൾ നേരത്തെ കണ്ടു വീൽ ചെയർ മുഖേനയോ അല്ലെങ്കിൽ സ്ട്രക്ചർ മുഖേനയോ ഒക്കെ കൊണ്ടുപോകുന്നതോടൊപ്പം തന്നെ റോഡ് മാർഗം ഉപയോഗിച്ചല്ലേ നമ്മൾ ട്രാവൽ ചെയ്തിട്ടാണ് ഒരു സ്ഥലത്തേക്ക് എത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ഒന്നല്ലെങ്കിൽ റോഡ് മാർഗം അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് എത്തുന്ന ഒരു ട്രാൻസ്ഫർ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എയറോപ്ലെയിനിലേക്ക് സേവനം തേടേണ്ടി വരും അല്ലെ. ഒരു ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടൊക്കെ ആണെങ്കിൽ എത്രയും വേഗം എത്തിക്കും. അപ്പൊ അതിനൊക്കെ നമ്മൾ എന്താണ് വായുമാർഗം തന്നെ എയർ സർവീസ് തന്നെ തേടേണ്ടതൊക്കെ ആയിട്ട് വരും. അപ്പൊ ഏത് രീതിയിലുള്ള ട്രാൻസ്ഫർ ആണ്, ഏത് സമയത്താണ് നമ്മൾ പോകുന്നത്, അതെല്ലാം തന്നെ എന്താണ് ഒരു റിട്ടൺ ഡോക്യുമെന്റിൽ തയ്യാറാക്കിയിരിക്കണം. അതാണ് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഷിഫ്റ്റിംഗ് ആൻഡ് റിസീവിംഗ് ഫെസിലിറ്റി ഷുഡ് ബി by sharing of a complete information on the patient clinical condition. അപ്പൊ നമ്മൾ നേരത്തെ തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, രോഗിയുടേതായിട്ടുള്ള ഡീറ്റെയിൽസ് അല്ലെ, രോഗിയുടേതായിട്ടുള്ള നേരത്തെ കണ്ട പോയിന്റ്സുകളൊക്കെയാണ്. അതായത് രോഗിയുടെ ഡയഗ്നോസ്റ്റിക്കും കാര്യങ്ങളും ട്രീറ്റ്മെന്റും മെഡിസിൻസും എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസും അതുമായി ബന്ധപ്പെട്ട റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ മസ്റ്റായിട്ട് കീപ്പ് ചെയ്യണം. ദെൻ എന്തുകൊണ്ടാണ് ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നത്, അതെല്ലാം തന്നെ ചാർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കണം അല്ലെ. കൃത്യമായിട്ട് തന്നെ അവർ ചാർട്ട് തുറക്കുമ്പോൾ ഈ രോഗിയെ വെറുതെ കൊണ്ടുപോയതല്ല, ഇന്നിന്റെ റിസൾട്ടുകളും ഇന്നിന്റെ കാര്യങ്ങൾ കൊണ്ടുപോകണ ഈ രോഗിയെ പറഞ്ഞു വെച്ചിരിക്കുന്നതെന്ന് വ്യക്തമായ ഡീറ്റെയിൽസ് ഇവിടുത്തെ ചാർട്ടിലും ഉണ്ടായിരിക്കണം. അപ്പൊ അതില് ഏത് രീതിയിലാണ് ഈ രോഗിയെ കൊണ്ടുപോകുന്നത്, ഏത് സമയത്താണ് ഈ രോഗിയെ കൊണ്ടുപോകുന്നത്, ഇതെല്ലാം തന്നെ റിട്ടൺ ആയിട്ട് തന്നെ തയ്യാറാക്കി ഇതിൽ സ്വീകരിച്ചു വെച്ചിരിക്കണം. ഓക്കെ, അതാണ് ഈ ഒരു ലാസ്റ്റ് പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് വായിച്ചു നോക്കാം.
ക്ലിയർ ആയോ? ലാസ്റ്റ് പോയിന്റ് ഓക്കെ ആയോ? ഫസ്റ്റ് പോയിന്റ് ആണ് പറയുന്നത്. The decision to shift the patient is the important vulnerability of exposure of the patient and the staff to extra risk and extra expense for the relatives and the hospital. അതായത് ഇവിടെ ഒരു തീരുമാനം എടുക്കുന്ന ഒരു പ്രവർത്തനം അല്ലെ, ആ ഒരു പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത്. The decision to shift the patient is important vulnerability. അതായത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് സമ്മതം വേണം അല്ലെ, തീർച്ചയായിട്ടും ഈ ഒരു പേഷ്യന്റിന്റെ റിലേറ്റീവ്സുമായിട്ട് ഡോക്ടർ അല്ലെ, ഏതെങ്കിലും ജൂനിയർ ഡോക്ടറോ അല്ലെങ്കിൽ നഴ്സുമാരോ ആയിരിക്കും അവരെ ഡിസ്കഷനിൽ ഏർപ്പെടും അല്ലെ. എന്തായാലും ഡിസ്കഷനിൽ ഏർപ്പെട്ടിട്ട് തീർച്ചയായിട്ടും അവരെന്താണ് പറയാ, ഇന്ന രോഗിക്ക് ഓക്കെ കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് അവിടെ നേരത്തെ വരുന്നത്. കാരണം ആ ഫസ്റ്റ് ഹെഡിങ്ങിൽ തന്നെ വരുന്നുണ്ട് ഡിസിഷൻ ടു ട്രാൻസ്ഫർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഇവിടെ ഇതെല്ലാം നടത്തുന്നത് ഒരു കമ്മ്യൂണിക്കേഷന്റെ ബേസിൽ. നമുക്കറിയാലോ, ഓരോ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് നഴ്സുമാർ വന്നിട്ട് നമ്മളെ കൊണ്ട് ഇല്ലെങ്കിൽ ഫോമുകൾ ഫില്ലപ്പ് ചെയ്യുക, കൺസെന്റ് ഫോം തയ്യാറാക്കി തരും. അതേമാതിരി തന്നെ ആദ്യം തന്നെയാണ് ആശയവിനിമയം നടത്തുന്നത് അല്ലെ, ഒരു ഡിസിഷൻ എടുക്കേണ്ടതുണ്ട്. അവർക്ക് എങ്ങനെ ഡിസിഷൻ എടുക്കുന്നത്? കാരണം രോഗിയുടെ ദുർബലാവസ്ഥ കാരണം കൊണ്ടാണ് അവരൊരു തീരുമാനം എടുക്കണമെന്ന് പേഷ്യന്റിന്റെ റിലേറ്റീവ്സിനോട് ആവശ്യപ്പെടുന്നത്. നിങ്ങൾ ഇവിടെ കിടത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ രോഗിയുടെ ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഐസിയുലേക്ക് ഷിഫ്റ്റ് ചെയ്ത ഇന്ന സേവനങ്ങൾ ഈ വ്യക്തിക്ക് ലഭ്യമാണ്, അതല്ലെങ്കിൽ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ ഇന്ന സേവനങ്ങൾ ഇവർക്ക് ലഭ്യമാക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഇവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതായിട്ട് വരും. കാരണം ഈ വ്യക്തിക്ക് അല്ലെ, ഇപ്പം പേഷ്യന്റിന്റെ റിലേറ്റീവ്സിന് ബോധവാന്മാരാക്കണം ഇന്ന കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ ഇത് എക്സ്പെൻസീവ് ആവാം, ചിലപ്പോ ഇത് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താണ് രക്ഷപ്പെടണമെന്ന് ഉറപ്പില്ല. അപ്പൊ അത്തരം മാറ്റേഴ്സ് എല്ലാം തന്നെ ഒരു ഡിസ്കഷനിലൂടെ അവരുമായിട്ട് എന്താണ് തീരുമാനം ഉറപ്പിക്കേണ്ടതുണ്ട്, ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കേണ്ടത്. നമുക്കറിയാം ആ ഒരു തീരുമാനത്തിന്റെ ബേസിലാണ് അടുത്ത സ്റ്റെപ്പ് വരുന്നത്. ഓക്കെ, അപ്പൊ വില്ലിംഗ് ആണ് എങ്കിൽ, പേഷ്യന്റിന്റെ റിലേറ്റീവ് വില്ലിംഗ് ആണെങ്കിൽ, തീരുമാനം ആക്സെപ്റ്റ് സ്വീകരിക്കുന്നുണ്ട് എങ്കിലാണ് സീനിയർ ഡോക്ടർ അതിൽ വരുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് വരുന്നത് ഓക്കെ തീരുമാനമെടുത്തു, മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം എന്നുള്ള തീരുമാനമെടുത്തു എന്നുള്ള ഒരു കൺസെന്റ് ഉറപ്പുവരുത്തുകയാണ് അവര്. ഓക്കെ, അങ്ങനെയാണ് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് വരുന്നത്. ദ ഡിസിഷൻ ടു ട്രാൻസ്ഫർ ദ പേഷ്യന്റ് ഈസ് ഡിസൈഡഡ് ബൈ സീനിയർ കൺസൾട്ടന്റ്. അപ്പൊ ഫസ്റ്റ് പോയിന്റ് എന്താണെന്നുള്ളത് ക്ലിയർ ആയോ? ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു ഇതല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ ഷെയർ ചെയ്ത് പോയത്. ഫോർത്ത് പോയിന്റിൽ പറയുന്നത് എ written and informed consent of patient's relatives along with the reason to transfer is compulsory before the transfer. അതായത് ട്രാൻസ്ഫറിന് മുമ്പ് തന്നെ എന്തായാലും പേഷ്യന്റിന്റെ റിലേറ്റീവ്സിൽ നിന്ന് എന്താണ് സമ്മതപത്രം അത് എന്താണ് ഫോർമൽ ആയിട്ട് written ആയിട്ട് തന്നെ എഴുതി തയ്യാറാക്കി സ്വീകരിക്കേണ്ടതാണ്. written എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എഴുതി തന്നെ ഒരു സമ്മതപത്രം. Third and the fourth ആണ്, sorry. A direct communication between the shifting and receiving facility should be by sharing of a complete information on the patient's clinical condition. അപ്പൊ നമ്മളിപ്പോ ട്രാൻസ്ഫർ ചെയ്യാനുള്ള തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് എന്തായാലും മറ്റൊരു റിസീവിംഗ് ഏരിയയിലേക്ക് പോകണം. റിസീവിംഗ് ഏരിയയിലേക്ക് പോകണമെങ്കിൽ ഈ രോഗിയുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എല്ലാം തന്നെ അവരോടൊപ്പം തന്നെ കൊണ്ടുപോകണം. അപ്പൊ തീർച്ചയായിട്ടും ഈ രോഗിയോടൊപ്പം ഡീറ്റെയിൽസ് കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട ഫോമുകളൊക്കെ നമ്മൾ കണ്ടു. നഴ്സിംഗിന്റെ സമ്മറിയും ആ ഫോമാറ്റൊക്കെ നമ്മൾ സ്വീകരിച്ചിട്ടായിരിക്കും റിസീവിംഗ് ഏരിയയിലേക്ക് പോകുന്നത്. തീർച്ചയായിട്ടും ഇങ്ങനെ പോകുന്നതോടൊപ്പം തന്നെ ചില കാര്യങ്ങൾ കൂടിയുണ്ട് അല്ലെ, നമ്മൾ ഏത് രീതിയിലാണ് ഏത് മാർഗമാണ് സ്വീകരിച്ച് ഈ രോഗിയെ കൊണ്ടുപോകുന്നത്, അതേമാതിരി തന്നെ ഏത് സമയത്താണ് ഈ രോഗിയെ കൊണ്ടുപോകുന്നത്, ഇതുവരെ അല്ലെ ഒരു ഷിഫ്റ്റ് ചെയ്യുന്ന സമയം ഏതാണ്, അതല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ടാണ് ഈ സമയത്ത് ഇപ്പൊ കൊണ്ടുപോകുന്ന സമയത്ത് ഈ രോഗിയുടെ രോഗാവസ്ഥകൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ട് വേണം രോഗിയെ നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു വിടാനായിട്ട്. അപ്പൊ അതാണ് പറയുന്നത് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഷിഫ്റ്റിംഗ് ആൻഡ് റിസീവിംഗ് ഫെസിലിറ്റി ഷുഡ് ബി ബൈ ഷെയറിംഗ് ഓഫ് എ കംപ്ലീറ്റ് ഇൻഫോർമേഷൻ ഓൺ ദ പേഷ്യൻസ് ക്ലിനിക്കൽ കണ്ടീഷൻ. അപ്പൊ നിലവിൽ അവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആശയവിനിമയം നടത്തി ഇപ്പൊ നിലവിലത്തെ സ്റ്റേജുകൾ അവിടെ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങുന്നു. ട്രീറ്റ്മെന്റ് ബീയിങ് ഗിവൺ, ഇപ്പൊ എന്തൊക്കെ ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, റീസൺ ഫോർ ദ ട്രാൻസ്ഫർ,
ഇപ്പൊ നിലവിലുള്ള റീസൺ ഫോർ ദ ട്രാൻസ്ഫർ എന്താണ്, ഏത് മാർഗം ഉപയോഗിച്ചിട്ടാണ് ഈ വ്യക്തിയെ കൊണ്ടുപോകുന്നത്, അതിന്റെ ടൈം ലൈൻ, ഏത് സമയത്താണ് ഈ വ്യക്തിയെ കൊണ്ടുപോകുന്നത്, ഇതെല്ലാം തന്നെ എഴുതി തയ്യാറാക്കിയതിനു ശേഷം മാത്രമാണ് ഈ രോഗിയെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനായിട്ട് പാടുള്ളൂ. ക്ലിയർ ആയോ? ഇനി എന്തെങ്കിലും ഇതിന്റെ ഒരു ചെറിയ നെക്സ്റ്റ് ഭാഗം ഇച്ചിരി കൂടി ടഫ് ആണ്. അതും കൂടെയും കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നുന്നു വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല, നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഭാഗം എന്തായാലും പെട്ടെന്ന് എടുത്തു കഴിഞ്ഞാൽ ഒക്കെ ആവുന്ന തോന്നുന്നില്ല. നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഇതുവരെയൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. സമയോടെ ഉണ്ടെന്ന് തോന്നല്ലേ. ഫസ്റ്റ് പാരഗ്രാഫ് എടുത്താലോ? ഫസ്റ്റ് പാരഗ്രാഫ് എടുക്കട്ടെ? ഇതുവരെയും ഓക്കെ അല്ലേ? എവിടെയെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ആൻസർ PDF മിസ്റ്റേക്ക് ആണ്. മിസ്റ്റേക്ക് ഉണ്ട്. ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണ്? Full form. SGD full form. പിന്നെ ഏതാണ്? പറയാം. നോക്കാം. അത് വലിയ പ്രശ്നമൊന്നുമില്ലെങ്കിൽ നമ്മൾ മാർക്ക് വെരിഫൈ ചെയ്യുമ്പോൾ അത് നോക്കാം. 51 and 56 ഇല്ലേ? അപ്പൊ ഒരു ക്വസ്റ്റ്യൻ അല്ലേ പറഞ്ഞോളൂ. 56 ഏത്? അപ്പോ ആൻസർ തീരെ വേറെയാണ്. ഓക്കെ, ഓക്കെ നമ്മള് അതെന്തായാലും ഇൻഫോം ചെയ്യാറുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ എന്തായാലും മാർക്ക് കുഴപ്പമില്ലാതെ തന്നെ കിട്ടും. ഓക്കെ, ടെക്സ്റ്റിൽ അങ്ങനെയാണ് അല്ലെ. ഇവിടെ എന്തായാലും റിപ്പോർട്ട് ചെയ്യാം. ആൻസർ കീയിലാണ് മിസ്റ്റേക്ക് വന്നത്. അപ്പൊ നമ്മള് പറഞ്ഞ് നിർത്തിയത് വരെ നിങ്ങൾ ജസ്റ്റ് വായിച്ചു വരാം. ഒരു പാരഗ്രാഫ് ജസ്റ്റ് എടുക്കാം അല്ലെ. നമുക്കങ്ങനെ നമ്മുടെ കാര്യം ഈ സെക്കൻഡും തേർഡും മൊഡ്യൂളിന്റെ ഒരു പ്രത്യേകത ഒരുപാട് പഠിക്കാനുണ്ട്. ടീച്ചേഴ്സ് എന്തായാലും മിസ്മാർ എന്തായാലും നിങ്ങൾക്ക് അത് ഇൻഫോം ചെയ്തിട്ടുണ്ടാവും. നമുക്ക് സ്ലോവില് പോകാനും പറ്റില്ല, എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവുകയും വേണം. ചില പാഠങ്ങളിൽ സ്റ്റാർട്ടിങ് ഒക്കെ ഭയങ്കര ട്രബിളാണ്, അത് കഴിയുമ്പോൾ വലിയ കുഴപ്പമില്ല. ചിലതൊക്കെ ലെങ്തി ചാപ്റ്റർ ഒക്കെയാണ്. അപ്പൊ ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഒക്കെ വരുന്നുണ്ട്. എന്തായാലും നിങ്ങൾ ക്ലിയർ ചെയ്ത് പോവാം. പക്ഷെ അധികം സമയം നമുക്ക് ചെലവഴിക്കാനില്ലാത്തത് കൊണ്ട് ഞാൻ ഈ പാരഗ്രാഫ് എടുക്കുകയാണ്. പ്രീ ട്രാൻസ്ഫർ സ്റ്റെബിലൈസേഷൻ ആൻഡ് പ്രിപ്പറേഷൻ. അപ്പൊ നമ്മൾ കണ്ടു, ഒരു തീരുമാനമെടുത്തു വ്യക്തിയെ കൊണ്ടുപോകുക എന്നുള്ള ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് വരുന്നത് ഇവരെ പ്രിപ്പയർ ചെയ്യുക അല്ലെ. ഈ ഒരു പേഷ്യന്റിനെ നമ്മൾ ഒരുക്കിയെടുക്കണം കൊണ്ടുപോകുന്നതിന് മുമ്പായിട്ട്. നമുക്കറിയാം
ചില പേഷ്യന്റ് നല്ല സിക്ക് പേഷ്യന്റ് ഒക്കെ ആണെങ്കിൽ അവർ കിടന്ന കിടപ്പൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ വീൽചെയറിന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് ചിലപ്പോ വേണമെങ്കിൽ എന്താണ് ശ്വാസത്തിന്റെ എന്തെങ്കിലും പ്രോബ്ലമൊക്കെ ഉള്ളവരാണെങ്കിൽ അവർ ചില എക്യുപ്മെന്റിന്റെ സഹായത്തോടു കൂടിയായിരിക്കും അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ചിലപ്പോൾ ഫുഡൊക്കെ അവരെന്തെങ്കിലും റൈസിംഗ് ട്യൂബൊക്കെ ഉപയോഗിച്ചിട്ട് ഫുഡ് കഴിക്കുന്നവരൊക്കെ ആയിരിക്കും. അപ്പൊ അവരെ ഒരുക്കിയിട്ട് വേണം കൊണ്ടുപോകാനായിട്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആണ് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. A proper and clear preparation and equilibrium of a patient should be done prior to transfer to prevent any hostile event or a deterioration worsening of the patient's clinical condition. അതായത് നമ്മളുടെ ഈ ഒരു കാഴ്ചപ്പാടിൽ അല്ലെ, നമ്മുടെ നിലവിലുള്ള ഒരു രീതി അനുസരിച്ചിട്ട് പേഷ്യന്റിന്റേതായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടില്ലെങ്കിൽ പ്രശ്നങ്ങൾ ഗുരുതരമാവാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഹെസിറ്റേറ്റഡ് ഈവെന്റ്സ് എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ എന്തെങ്കിലും സംഭവിക്കാം. മര്യാദയ്ക്കല്ല ഒരു രോഗിയെ ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ ചിലപ്പോ പെട്ടെന്ന് ഈ കൊണ്ടുപോകുന്ന ഷിഫ്റ്റോട് കൂടി രോഗി അപകടാവസ്ഥയിലാവാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ ഹെസിറ്റേറ്റഡ് ഈവെന്റ്സ് പെട്ടെന്നുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരാം. ഡിറ്റോറിയേഷൻ എന്ന് പറയുന്നത് എന്താണ്? അധപതിച്ചു പോവുക, രോഗിയുടെ നില ഒന്നുകൂടി വഷളായി പോവുക. അതല്ലെങ്കിൽ എന്താണ് വേഴ്സണിങ്, അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അധപതിക്കുക അല്ലെങ്കിൽ വഷളായി പോകാനൊക്കെ ആയിട്ടുള്ള സാധ്യതകളുണ്ട്. പ്രോപ്പർ ആൻഡ് ക്ലിയർ പ്രിപ്പറേഷൻ ആൻഡ് ഇക്വിലിബ്രിയം, നല്ല സന്തുലിതാവസ്ഥയിലാണ് ഈ രോഗിയെ കൊണ്ടുപോകുന്നതെങ്കിൽ പ്രശ്നമില്ല. അല്ലാത്ത പക്ഷം അല്ലെ, ഒപ്പം പേഷ്യന്റ് ഷുഡ് ബി ഡൺ prior to transfer to prevent any hesital events. അപ്പൊ നമ്മൾ മുൻകരുതലായിട്ട് ചില കാര്യങ്ങൾ പെട്ടെന്ന് എന്തെങ്കിലും വരാനോ അല്ലെങ്കിൽ പെട്ടെന്ന് രോഗത്തിന്റെ മൂർധന്യാവസ്ഥയിലേക്ക് എത്താനൊക്കെ സാധ്യതയുണ്ടെങ്കിൽ കുറച്ചും കൂടി ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് വേണം ഈ രോഗിയെ മറ്റൊരു പ്ലേസിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട്. പ്രോപ്പർ ആൻഡ് ക്ലിയർ പ്രിപ്പറേഷൻ, അതുകൊണ്ട് തന്നെ രോഗിയെ ഒരുക്കണം. എന്തുകൊണ്ടാണ് ഇങ്ങനെ രോഗിയെ ഒരുക്കണം എന്ന് പറയുന്നത്? രോഗിയുടെ നില വഷളാകാനായിട്ടും പെട്ടെന്ന് തന്നെ എന്തെങ്കിലും അല്ലെ പെട്ടെന്ന് എന്തെങ്കിലും ഈവന്റുകളൊക്കെ സംഭവിക്കാനായിട്ട് സാധ്യതകൾ ഉള്ളത് കൊണ്ട് തന്നെ രോഗിയുടെ നില ഇക്വിലിബ്രിയം സന്തുലിതാവസ്ഥയിലാക്കിയതിനു ശേഷം മാത്രമാണ് രോഗിയെ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അതിനാവശ്യമായിട്ടുള്ള പ്രിപ്പറേഷൻ രോഗിക്ക് വേണ്ടി ചെയ്യേണ്ടതാണ്. The patient should be properly reviewed, the balanced to maximum extent possible without wasting undue time. നമുക്കറിയാം ചില സമയം എന്നൊക്കെ പറഞ്ഞാൽ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ടൈമാണ് അല്ലെ. ഒരിക്കലും സമയം വേസ്റ്റ് ചെയ്യാതെ തന്നെ രോഗിയെ എത്രയും പെട്ടെന്ന് എത്തിക്കേണ്ടത് എത്തിക്കുകയും വേണം അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ മോശമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട സമയമാണ്. പ്രോപ്പർ ആയിട്ട് ഈ വ്യക്തിയെ വാലുവേറ്റ് ചെയ്തിട്ട് എന്താണ് വ്യക്തിക്ക് കൈകാര്യം ചെയ്ത് കൊടുക്കേണ്ടത് നോക്കി തന്നെ അവരെ ഒരുക്കേണ്ടതുണ്ട്. In the course of preparation, patient A, B, C, and D, that is airway, breathing, circulation, and disability should be examined, and any connected global problems should be rectified. അതായത് ഇങ്ങനെ വരുമ്പോൾ പേഷ്യന്റിന് നമ്മൾ ഒരുക്കിയെടുക്കുകയാണ്. അതായത് ഒരു കാറ്റഗറൈസ് ചെയ്താണ്. അതായത് ചിലർക്ക് എയർവേ പ്രോബ്ലം ഉള്ളവരുണ്ടാവും, ബ്രീത്തിങ് പ്രോബ്ലം ഉള്ളവരുണ്ടാവും, എന്തെങ്കിലും ഡിസബിലിറ്റീസ് ഉള്ള പേഷ്യൻസ് ഉണ്ടാവും. അങ്ങനെ ഏത് കാറ്റഗറിയിലുള്ള പേഷ്യന്റ് ആണോ എന്ന് കൺഫേം ചെയ്തിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള നടപടികളാണ് ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് അവർക്ക് കൊടുക്കുന്നത്. നമുക്കറിയാം ഓരോ പേഷ്യന്റിനെ കുറിച്ചിട്ടും അവർക്ക് നല്ല ധാരണകളുണ്ട് അല്ലെ. അപ്പൊ ഏത് കാറ്റഗറിയിലുള്ള പേഴ്സൺ ആണ് ഈ പേഷ്യന്റ് ആണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരുക്കങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. Then it is contested the use of a pre-transfer checklist helpful. ഇവിടെ ABD കാറ്റഗറി എന്താണെന്നുള്ളത് കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. അപ്പൊ ഈ ഒരു ഫസ്റ്റ് പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം. ഏതായോ ഫസ്റ്റ് പാരഗ്രാഫ്? ഞാൻ അറിഞ്ഞിട്ടാക്കിയിട്ടുണ്ട്. വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും മനസ്സിലായോ? അതായത് പേഷ്യന്റിനെ നമ്മൾ കൊണ്ടുപോകുമ്പോൾ പേഷ്യന്റിനെ നമ്മൾ കൊണ്ടുപോകുമ്പോൾ ചിലപ്പോ അല്ലെ ചില പേഷ്യന്റ് നമ്മൾ പറയില്ലേ ആ രോഗീനെ അങ്ങോട്ടേക്ക് ആ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയതോടുകൂടി അതിന്റെ ആരോഗ്യം പോയി, അതായത് അതിന്റെ ജീവൻ പോയത് അതുകൊണ്ടാന്നൊക്കെ പറയും. എന്തുകൊണ്ടാണ്? ചിലപ്പോ ചില തീരുമാനങ്ങൾ നല്ല രീതിക്ക് വേണ്ടിയിട്ടായിരിക്കും എടുക്കുന്നത്. പക്ഷെ അവിടുന്ന് കൊണ്ടുപോകുന്ന ട്രാക്കിൽ തന്നെ ചിലപ്പോൾ രോഗിക്ക് എന്തെങ്കിലും അപകടങ്ങൾ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട് അല്ലെ. ചിലപ്പോ ആണെങ്കിൽ എന്താണ് അവരെ പ്രഷർ കൂടാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ ബ്രീത്തിങ് പ്രോബ്ലം വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിന് മുൻകരുതലുകൾ കൂടി എടുത്തിട്ട് വേണം ഈ രോഗിയെ കൊണ്ടുപോകാനായിട്ട്. വേണ്ടിവരില്ലേ?
ആ രോഗി അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഫീൽ ചെയ്യുന്നവരാണെങ്കിൽ ആ രോഗിക്ക് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും മുൻകരുതലുകൾ എടുത്തിട്ട് വേണ്ടേ രോഗിയെ കൊണ്ടുപോകാനായിട്ട്? വേണ്ടിവരില്ലേ? വേണ്ടിവരും. ഓക്കെ. കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രോഗി നിലവിലെ അവസ്ഥ തന്നെ ഇച്ചിരി ഡേഞ്ചറാണ് അല്ലെ, ക്രിട്ടിക്കൽ സ്റ്റേജസ് ആയിട്ടുള്ള പേഷ്യന്റ് ആണ്. അപ്പൊ ആ രോഗിയെ ആ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നവരേക്കും ചില കാര്യങ്ങൾ കൂടി, ചില എക്യുപ്മെന്റിന്റെ സേവനം അല്ലെങ്കിൽ ചില നഴ്സിന്റെ സേവനം അല്ലെങ്കിൽ ഡോക്ടറിന്റെ സേവനമൊക്കെ ചിലപ്പോൾ ചില രോഗികൾക്ക് വേണ്ടി വരാം. അപ്പൊ അതും കൂടി എടുത്തിട്ട് വേണം ചിലപ്പോൾ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് എത്തിക്കേണ്ടതായിട്ട് വരിക. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. എ പ്രോപ്പർ ആൻഡ് ക്ലിയർ പ്രിപ്പറേഷൻ ആൻഡ് ഇക്വിലിബ്രിയം ഓഫ് എ പേഷ്യന്റ് ഷുഡ് ബി ഡൺ prior to transfer to prevent any stale event or a deterioration worsening of the patient's clinical condition. പേഷ്യന്റിന്റെ ആ ക്ലിനിക്കൽ കണ്ടീഷൻ ചിലപ്പോൾ എന്താണ് ബോധന്യാവസ്ഥയിലാവാനോ അല്ലെങ്കിൽ എന്താണ് വഷളായി പോവാനോ അധപതിച്ചു പോവാനൊക്കെ സാധ്യതകൾ ഉള്ളത് കൊണ്ട് തന്നെ നന്നായിട്ട് പ്രിപ്പറേഷൻ അല്ലെ, ഒരു സന്തുലിതാവസ്ഥയിൽ ആവശ്യമായിട്ടുള്ള പ്രിപ്പറേഷൻ ഒരുക്കത്തോടു കൂടി മാത്രമാണ് രോഗിയെ കൊണ്ടുപോകാനായിട്ട് പാടുള്ളൂ എന്നത്. The patient should be properly reviewed. അതുകൊണ്ട് തന്നെ എന്താണ് പേഷ്യന്റിന് നല്ല അല്ലെ, നമ്മളെ മറ്റൊരു പോയിന്റും കൂടി ഇവിടെ പറയുന്നുണ്ട്. The patient should be properly reviewed and balanced to the maximum extent possible without wasting undue time. അവിടെ സമയവും പ്രധാനപ്പെട്ടതാണ്. പെട്ടെന്ന് തന്നെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് എത്തിക്കേണ്ടതാണ് അല്ലെ. അപ്പൊ ആ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ആവശ്യമായ പ്രിക്കോഷൻസ് ഒക്കെ കൊടുത്തിട്ട് വേണം ഈ രോഗിയെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട്. അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് ഇൻ ദ കോഴ്സ് ഓഫ് എ പ്രിപ്പറേഷൻ പേഷ്യൻസ് എ ബി സി ആൻഡ് ഡി, ദാറ്റ് ഇസ് എയർവേ, ബ്രീത്തിങ്, സർക്കുലേഷൻ ആൻഡ് ഡിസബിലിറ്റി, ഇതെല്ലാം നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. എന്താണ് എയർവേ, ബ്രീത്തിങ്, സർക്കുലേഷൻ എന്താണെന്നുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു തരാം. അപ്പൊ നിങ്ങൾക്ക് അത് ഇച്ചിരി ക്ലിയർ ആവും. അപ്പൊ ആ ഒരു പേഷ്യന്റിന്റെ കണ്ടീഷൻ അനുസരിച്ചിട്ട് എന്താണ് പേഷ്യന്റിനെ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. ബ്രീത്തിങ് പ്രോബ്ലം ഉള്ളവര് അല്ലെങ്കിൽ ഡിസബിലിറ്റി ഉള്ളവര്, അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റേതെങ്കിലും അല്ലെ എന്തെങ്കിലും പ്രോബ്ലംസോ വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉള്ളവരൊക്കെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അവർക്ക് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സിന്റെ സേവനത്തോടു കൂടിയിട്ട് തന്നെയായിരിക്കും അവരെ ഷിഫ്റ്റ് ചെയ്യുന്നത്. അത്രയാണ് ഇതിൽ പറയാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ഈ ഭാഗം കൂടി ക്ലിയർ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് അത് പൂർണ്ണമായിട്ട് മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. വായിച്ചിട്ട് വരിക. ഓക്കെ, താങ്ക് യു. Thank you, ma'am. Thank you, Miss.